ഓക്കെ. സോ നേരത്തെ റെക്കോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ പ്രധാനമായിട്ട് 2 പർപ്പസ് അല്ലെങ്കിൽ 2 ഉദ്ദേശങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലുള്ളത്. ഒന്നാമത്തെ കാര്യം, ഓപ്ഷണൽ സബ്ജക്റ്റുമായിട്ട് ഇനിയും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർക്ക് ആ കൺഫ്യൂഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതും. രണ്ടാമത്തെ കാര്യം, അതാണ് ഇതിൽ ഏറ്റവും കോർ ആയിട്ടുള്ള ഡിസ്കഷൻ എന്നുള്ളത്. ഇന്ന് ഇന്ത്യയിൽ ഹൈലി ചൂസൺ ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഹിസ്റ്ററി എന്നുള്ളത്. പക്ഷേ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കേരള മലയാളി ആസ്പിരൻറ്റ് സർക്കിളിൻ്റെ ഇടയിൽ അത്ര അധികം ആൾക്കാർ പ്രിഫർ ചെയ്തൊരു സബ്ജക്റ്റായിട്ട് പൊതുവെ കാണുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. എന്തുകൊണ്ടോ ഒരുപക്ഷെ കേരളത്തിലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പടച്ചുവിട്ട ധാരണകളായിരിക്കാം, അതല്ലെങ്കിൽ ആരിൽ നിന്നോ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ധാരണകളായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അത്തരം ചില ധാരണകളെ പൊളിച്ചെഴുതുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്നത്തെ സെഷനിൽ രണ്ടാമത്തെ ഒരു പർപ്പസ് എന്നുള്ളത്. ഒബ്വിയസ്ലി ഇത് മൂന്നാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ് UPSCയിൽ ഒരു മാറ്റേഴ്സ് ആകുന്നു എന്നുള്ളത്. UPSCയിൽ എത്രത്തോളം നിങ്ങൾ ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിൽ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ നിന്നുകൊണ്ടാണ് നമ്മുടെ ചർച്ചകളൊക്കെ മുഴുവനായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ കൂടുതൽ പ്രിഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ട്രിവാൻഡ്രം. തിരുവനന്തപുരത്തെ ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഞാൻ ട്രിവാൻഡ്രം വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ദിസ് ഷുഡ് ബി എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിഹൈൻഡ് ഇറ്റ്. അവിടുത്തെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന ചില കോഴ്സുകളുണ്ട്. ഞാൻ XYZ എന്ന് പറയുന്നില്ല. ഹിസ്റ്ററി ഓപ്ഷണൽ എന്നല്ല, ഏത് ഓപ്ഷൻ നിങ്ങൾ എടുത്തു നോക്കൂ, ഓപ്ഷൻസിനെല്ലാം മോർ ഓർ ലെസ് സെയിം ആയിട്ടുള്ള വെയിറ്റേജ് ആണ് UPSC കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം, എങ്ങനെ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കാം എന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് വന്നു ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദി ട്രെൻഡ് ക്രിയേറ്റഡ് ബൈ ദി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മുന്നോട്ട് വെക്കുന്ന ട്രെൻഡ്സ് ആണ് ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് ദി മാർക്കറ്റിംഗ് ഗിമിക്സ്. മാർക്കറ്റിംഗ് ആണ് ആക്ച്വലി ഇതിനൊക്കെ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കിയുള്ള ഒരു കാര്യമാണ് UPSC ജേർണിയിൽ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷണൽസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നുള്ളത്. നമുക്കറിയാം, മെയിൻസ് എക്സാമിൽ 1780 500 മാർക്കും വരുന്നത് എവിടെ നിന്നാണ്? ഹിസ്റ്ററി ഓപ്ഷണൽ പേപ്പർ എന്നാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഏത് ഓപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിലും പേപ്പർ 1, 2 തുടങ്ങിയിട്ട് 500 മാർക്ക് വരുന്നത് ഓപ്ഷണൽ പേപ്പറിലാണ് എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട്സിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത് ഓപ്ഷണൽ പേപ്പറിൽ നിന്നാണ്. അപ്പോൾ അവിടെയാണ് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് കിടക്കുന്നത്. അതായത് നമ്മുടെ മാർക്ക് ഇപ്പം GSൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് ഇൻ ദ സെൻസ് ഒരു 100-120 മാർക്കാണ് GSൽ നിങ്ങൾക്ക് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട് ഓഫ് 250ൽ 50% മാർക്ക് അത് തന്നെ വളരെ റെയർ ആണ് കൊടുക്കുന്നത്. 100-120 ഈസ് ദ മോഡറേറ്റ് മാർക്സ്. എന്നാൽ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് റൈറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ സ്കോർ 150. 150 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ 140 to 150 ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആകെ നോക്കുന്ന സമയത്ത് 20-30 മാർക്കിൻ്റെ വ്യത്യാസമായിരിക്കും. UPSCയിൽ 1 മാർക്ക് ഇറ്റ് ഷുഡ് ബി മാറ്റേഴ്സ് ഇൻ ഓപ്ഷണൽസ്, ഇൻ മെയിൻസ്. മെയിൻസിൽ 1 മാർക്ക് അത് റാങ്ക് അത്രയും അധികം വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഓപ്ഷണൽസ് കൃത്യമായിട്ട് വയസ്സായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്നുള്ളത്. ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാരാണ്, പക്ഷെ ആമുഖമായിട്ട് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. ഇനി എങ്ങനെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ചില ആൾക്കാർക്കെങ്കിലും കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഈ കാര്യം കൂടെ ഞാൻ ഇവിടെ പറയണം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏത് ഓപ്ഷണൽ സബ്ജക്റ്റ് എടുക്കുന്നതിന് മുമ്പും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ബേസിക്കലി വൺസ് ഓൺ ഇൻട്രസ്റ്റ്, ഒരാളുടെ താല്പര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്നുള്ളത്. ഞാൻ പലവട്ടം പറഞ്ഞ കാര്യമാണ്, ബട്ട് സ്റ്റിൽ ഒന്നുകൂടെ പറയുന്നത് മാത്രം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് എന്താക്കരുത്, നിങ്ങളുടെ ഓപ്ഷണൽ പേപ്പറായിട്ട് എടുക്കരുത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെയുള്ള ഒരു കാര്യം വെച്ചാൽ, ചില ആൾക്കാർ പലരും പറയുന്നുണ്ടാവും ഈ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും XYZ. നിങ്ങൾ ഒരു പക്ഷേ പല ചാനലുകളായിട്ടും പല ആൾക്കാരുടെ ടോക്കിൽ നിന്നൊക്കെ ഉണ്ടാവും, X എന്ന വ്യക്തിക്ക് Y എന്ന സബ്ജക്റ്റ് ഓക്കെ ആയിരിക്കാം, പക്ഷെ B എന്ന വ്യക്തിക്ക് ചിലപ്പം ആ X അല്ലെങ്കിൽ Y എന്നുള്ള സബ്ജക്റ്റ് ചിലപ്പോൾ എന്തായിക്കോണമെന്നില്ല, ഓക്കെ ആയിക്കോണം എന്നുണ്ടാവില്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യം, എനിക്ക് ഒന്നിലധികം സബ്ജക്റ്റുകൾ ഒരുപോലെ താല്പര്യമുള്ള മേഖലകൾ ഉണ്ടാകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നുള്ളതാണ്. അവിടെയാണ് പിന്നെ നിങ്ങൾ നോക്കേണ്ട മറ്റ് ഘടകങ്ങൾ എന്നുള്ളത്. UPSC എക്സാമിനേഷൻ ആകുമ്പം കാരണം റിഗറസ് ആയിട്ടുള്ളൊരു ഒരു ജേണിയാണ്. മാത്രമല്ല അതിൽ നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഓവർലാപ്പിംഗ് വിത്ത് GS-ഉമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ GS-ലും നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ലെറ്റ്സ് സേ അപ്പം സബ്ജക്ട് ലൈക്ക് കോർ സബ്ജക്ട്, നമ്മൾ സാധാരണ പറയാറുണ്ട് കോർ സബ്ജക്റ്റുകൾ എന്നുള്ളത് UPSC ജേർണിയിൽ പ്രിലിംസിലും മെയിൻസിലും ഇന്റർവ്യൂ സ്റ്റേജിലും 3 സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരുപോലെ ഉപകാരപ്പെടുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാകാം. ലെറ്റ്സ് സേ ജിയോഗ്രഫി, ലെറ്റ്സ് സേ പൊളിറ്റി, ലെറ്റ്സ് സേ ഇക്കോണമി, ലെറ്റ്സ് സേ ഹിസ്റ്ററി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് 2 ഘട്ടങ്ങളിൽ, അഥവാ പ്രിലിംസിലായിരുന്നാലും ശരി മെയിൻസിലായാലും ശരി, ഇൻ എക്സ്റ്റെൻറ്റ് ഓഫ് നമ്മുടെ ഇന്റർവ്യൂ സ്റ്റേജിലായിരുന്നാലും ശരി, അവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് പ്രിലിംസിലും മെയിൻസിലും ഒരുപോലെ ഹെൽപ്ഫുൾ ആകുന്നു. കാരണം അതിന് വേണ്ടിയിട്ട് പിന്നീട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിറ്ററേച്ചർ എന്നുള്ള നല്ല സ്കോറിംഗ് സബ്ജക്റ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഏത് സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകും. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു മലയാളം ലിറ്ററേച്ചർ എടുക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ മലയാളം ലിറ്ററേച്ചർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ള സബ്ജക്റ്റും കൂടിയാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മലയാളം പോലെ ലിറ്ററേച്ചർ സബ്ജക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് അതിന് ടൈം നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ്. ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ നോക്കുമ്പോൾ പക്ഷെ അത് നിങ്ങൾക്ക് വേറെ എവിടെയും ഉപകാരപ്പെടാനും പോകുന്നില്ല. അതിനർത്ഥം ലിറ്ററേച്ചറിൽ നല്ല സ്കില്ലുള്ള, നല്ല താല്പര്യമുള്ള ഒരാൾ ലിറ്ററേച്ചർ എടുക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ ഞാൻ ഏത് പോയിന്റിലാണ് പറയുന്നത്, GS-ഉമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നില്ല, അത് എവിടെയും നമുക്ക് പ്രിലിംസിലോ മെയിൻസിലോ നമുക്കത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ലിറ്ററേച്ചറിൽ നല്ല താല്പര്യമുള്ള, നല്ല റൈറ്റിംഗ് സ്കില്ലുള്ള ആൾക്കാർ അത് എടുക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ ജനറൽ ആയിട്ട് സംസാരിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് നിങ്ങൾ നോക്കേണ്ടത്. അപ്പം GS-ൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇനി അങ്ങനെയും കുറേ സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നോക്കേണ്ട കാര്യം, whether we are getting the adequate source or information to study. നമുക്ക് പഠിക്കാൻ കൃത്യമായിട്ടുള്ള സോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സോഴ്സ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് കിട്ടുന്നുണ്ടോ, കൃത്യമായിട്ട് ടെസ്റ്റ് സീരീസും അതിൻ്റെ അനാലിസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, കൃത്യമായിട്ട് നിങ്ങൾക്ക് മെറ്റിക്കുലസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണോ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ താങ്ക്സ് ടു ദി ഇൻഫർമേഷൻ ടെക്നോളജി നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും, മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഇത് പ്രോബ്ലം എന്ന് വെച്ചാൽ ആ മെറ്റീരിയൽസിനെ എങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യും, എങ്ങനെ നമ്മൾ അതിനെ കൃത്യമായിട്ട് UPSC ഡിമാൻഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അവിടെയാണ് ഒരു ഗൈഡൻസിൻ്റെ അല്ലെങ്കിൽ അവിടെയാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു മെൻറ്ററുടെ റോൾ കിടക്കുന്നത് എന്നുള്ളത്. എന്ത് വായിക്കണം, എന്ത് വായിക്കേണ്ട, ഏത് റൂട്ടിലൂടെ പോകണം, ഏത് റൂട്ടിലൂടെ പോവരുത് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരാളുടെ ഹെൽപ്പ് നമുക്ക് അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും ചിലപ്പോൾ എന്തായിക്കോളണമെന്നില്ല, UPSC ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിക്കോളണം എന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം അധികവും കാണാറുള്ളത് സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾക്ക്, ലെറ്റ്സ് സേ സുവോളജി, ബോട്ടണി, ഫിസിക്സ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾ പൊതുവെ കേരളത്തിൽ UPSC ഡിമാൻഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ഗൈഡിനെ നമുക്ക് കാണാൻ വളരെ റെയറാണ്. ഇല്ലാന്ന് ഞാൻ പറയാം, റയറസ്റ്റ് ആൻഡ് റെയർ ആണ് കേരളത്തിൽ. പക്ഷെ സയൻസ് സബ്ജക്റ്റ് അതിനർത്ഥം മോശമാണെന്നല്ല. സയൻസും മാത്സും അതുപോലെ തന്നെ കൊമേഴ്സ് സബ്ജക്റ്റുകൾക്കൊക്കെ കേരളത്തിൽ പൊതുവെ UPSC ഡിമാൻഡ് ചെയ്യുന്ന രൂപത്തിലുള്ള ഗൈഡുമാരെ കിട്ടാൻ നമുക്ക് പാടാണ് എന്നുള്ളതാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറവാണ്. കമ്പയറിംഗ് ടു ദി അതർ സബ്ജക്ട് വെരി റെയർ. എന്തുകൊണ്ടും ചോദിക്കുകയാണെങ്കിൽ UPSC സെറ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻസും ഇറ്റ്സ് നോട്ട് ലൈക്ക് എ അക്കാഡമിക് എക്സാം. ഒരു അക്കാഡമിക് എക്സാം അല്ല UPSC-യുടെ ഓപ്ഷൻസിൽ നമുക്ക് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഈ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റഡിയുടെ ഒരു പ്രസക്തി കിടക്കുന്നത്. UPSC ഡിമാൻഡ് ചെയ്യുന്ന രൂപത്തിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഓപ്ഷൻസ് എടുക്കുന്ന സമയത്ത് നോക്കേണ്ട കാര്യം. ദെൻ ഒബ്വിയസ്ലി the length of the syllabus and the revision or reversibility. ചില ആൾക്കാരെങ്കിലും പറയാറുണ്ട് ചില പെർട്ടിക്കുലർ സബ്ജക്റ്റ് ലെങ്തി ആണ്, ബൾക്കി ആണ്, അല്ലെങ്കിൽ ചിലത് ലെങ്തി അല്ല, ബൾക്കി അല്ല എന്നുള്ളത്. എഗെയിൻ UPSC-യുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ചില സബ്ജക്റ്റുകൾ കുറച്ചൊരു ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തേക്കാം, അതിൽ തർക്കമൊന്നുമില്ല. ചില സബ്ജക്റ്റിനനുസരിച്ച് കൊണ്ടാണ്. ചില സബ്ജക്റ്റുകൾ അത്ര തന്നെ ലെങ്തി ആയിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ PSIR-ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര ലെങ്തി ആയിരിക്കില്ല. അതുപോലെ തന്നെ ആന്ത്രോപോളജിയും സോഷ്യോളജിയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആന്ത്രോപോളജി സോഷ്യോളജിയുടെ അത്ര ലെങ്തി ആയിരിക്കില്ല. ഉദാഹരണം പറയുകയാണ് ഞാൻ. അപ്പോൾ കാരണം രണ്ടിൻ്റെയും നേച്ചർ ഏകദേശം ഒന്നാണ് വരുന്നത്.
പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പേപ്പർ 1 പേപ്പർ 2 രണ്ടിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില സബ്ജക്റ്റുകൾക്ക് എന്താ പറയുക, എക്സ് എന്ന സബ്ജക്റ്റ് കുറെ ലെങ്തിയാണ്, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല എന്ന് പറയുന്നതിലുപരിയായിക്കൊണ്ട് അത് റിവിഷൻ ചെയ്യാനുള്ള ആ ഒരു ഈസിനെസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. റിവൈസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കാരണം ഓപ്ഷണൽ സബ്ജക്റ്റ് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ റിവിഷൻ നമുക്ക് ആവശ്യമുള്ളൊരു സബ്ജക്റ്റാണ്. എല്ലാ സബ്ജക്റ്റും നമുക്ക് മൾട്ടിപ്പിൾ റിവിഷൻ വേണം, പക്ഷേ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ റിവിഷൻ എന്നുള്ളത് കീ എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദ റിവിഷൻ സബ്ജക്ട് സ്കോറബിലിറ്റി എന്നുള്ളതാണ്. ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിന് കഴിഞ്ഞൊരു 10 വർഷത്തെ ട്രെൻഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഹൈ സ്കോർ കിട്ടാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മൈഥിലി ലാംഗ്വേജ് എടുക്കാം, സന്താളി ലാംഗ്വേജ് എടുക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങളുടെ ബിടെക്കിനുള്ള സബ്ജക്റ്റ് എടുക്കാൻ പറ്റും. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണെങ്കിൽ കൊമേഴ്സ് സെൻട്രിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എടുക്കാം. പക്ഷെ അതിൻ്റെ ഒരു 10 വർഷത്തെ ഒരു അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് എടുത്ത് നോക്കുന്ന സമയത്ത് അതിനൊരു 280+ മാർക്ക് എങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ 250+ മാർക്ക് എങ്കിലും ടോപ്പേഴ്സിന് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ സബ്ജക്റ്റ് സ്കോറബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞൊരു 10 വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞൊരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു 5 വർഷത്തെ എക്സാമിനേഷൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ആ റിസൾട്ടിൽ ടോപ്പേഴ്സിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് തന്നെയാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം കൂടെ പരിഗണിച്ചിട്ട് വേണം ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിലേക്ക് നമ്മൾ പോകാൻ എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഇനിയും കൺഫ്യൂഷനുള്ള ആൾക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ശ്രദ്ധയിലേക്ക് ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു എന്ന് മാത്രം. ഒരു സബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കീപ്പ് ഇൻ മൈൻഡ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫൈൻ. ഇനി എന്തുകൊണ്ട് ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ് UPSC ജേർണിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷണൽ സബ്ജക്റ്റ് ആയി വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യം, ദ ഇൻവോൾവ്മെന്റ് ഓഫ് കറണ്ട് അഫയേഴ്സ് ഈസ് വെരി നെഗ്ലിജിബിൾ. കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗങ്ങൾ പൊതുവെ ഹിസ്റ്ററി സബ്ജക്റ്റിൽ നിങ്ങൾക്ക് അത്ര പ്രാധാന്യത്തോടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജോഗ്രഫി എടുത്തു നോക്കൂ. ജോഗ്രഫിയിൽ കറണ്ട് അഫയേഴ്സുമായി കണക്ട് ചെയ്തിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. നിങ്ങൾ സോഷ്യോളജി എടുത്തു നോക്കൂ, സോഷ്യോളജിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. PSIR എടുത്തു നോക്കൂ, PSIയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇക്കണോമി എടുത്തു നോക്കൂ, ഇക്കണോമിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായിരിക്കില്ല, നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ അത് ഡൈനാമിക് ആയിട്ട് ചോദിക്കൂ എന്നുള്ളത് മറ്റൊരു വശം. ബട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യം എന്താണോ ആസ് ഇറ്റ് ആസ് അവിടെ ഉള്ളത് അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെയാണ് നമ്മൾ GSന് വേണ്ടി പഠിച്ച അഥവാ GS പേപ്പേഴ്സിന് വേണ്ടി പഠിച്ച GS 1ന് വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ്. അവിടെ നിന്നും മെയിൻസിലേക്ക് വരുന്ന സമയത്ത് ഓപ്ഷണൽ സബ്ജക്റ്റ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള കാരണം ഇവിടെയുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എന്നുള്ളതാണ്. ഡിബേറ്റബിൾ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വ്യൂ പോയിന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷൻസിനെ കുറിച്ച് നമ്മളെല്ലാവരും നമ്മുടെ GS 1 ക്ലാസ്സിൽ പഠിക്കാറുണ്ട് അല്ലേ? ഉണ്ടോ അല്ലേ? ഉണ്ട്, നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ GS 1ൽ നമ്മൾ സാധാരണഗതിയിൽ പഠിക്കാറുള്ള കാര്യങ്ങൾ എന്താണ്? നമ്മൾ അതിൻ്റെ ഒറിജിൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും, എങ്ങനെ ഒറിജിൻ വന്നു. ദെൻ നമ്മൾ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ പോളിറ്റി, സൊസൈറ്റി, ഇക്കോണമി കാര്യങ്ങൾ, നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ദെൻ എങ്ങനെ അത് ഡിസപ്പിയർ ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞു പോകും. യെസ്, ഇതാണ് നമ്മൾ നോർമലി നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെയുള്ളൊരു ഒരു വേരിയേഷൻ, ഒരു ഡീവിയേഷൻ കിടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഹരപ്പൻ്റെ കേസ് നമുക്ക് എടുക്കാം. ഹരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒറിജിൻ ഉണ്ട് അല്ലേ? ഒറിജിൻ എങ്ങനെ ഹരപ്പൻ സിവിലൈസേഷൻ ഇവിടെ വന്നു എന്നുള്ളതാണ്. അത് പിന്നെ നമ്മുടെ നമ്മുടെ ചാൽക്കോലിത്തിക് പീരീഡിൽ നിന്നുള്ള കണ്ടിന്യൂവേഷൻ ആണോ, അതല്ല ഇവിടെ ഒരു പുതിയൊരു സിവിലൈസേഷൻ ആണോ വന്നത്, അതല്ല വേറെ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സിവിലൈസേഷൻ ഇവിടേക്ക് വന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണോ? അതൊരു ഡിബേറ്റ് ആണല്ലോ. അപ്പോൾ അവിടെയാണ് പ്രധാനമായിട്ട് ഒരു ഏരിയ കിടക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹരപ്പൻസിന്റെ അർബൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അർബൻ പ്ലാനിങ് എന്നുള്ളത് എങ്ങനെ നമുക്ക് മോഡേൺ ടൈമുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ അവരുടെ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അവരുടെ ആർട്ട് ആൻഡ് കൾച്ചറിലുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ഡിസപ്പിയറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതുപോലെ ഡിബേറ്റുകളുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ GS-ൽ പഠിച്ച ആ കാര്യം തന്നെ അതിൻ്റെ മറ്റൊരു വശത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വേർഷനിലായിട്ടാണ് എന്താക്കുന്നത് ചോദിക്കുന്നത് എന്നുള്ളതാണ്. ടോപ്പിക്ക് സ്റ്റാറ്റിക് ആയിട്ട് ഇപ്പം പലർക്കും ഞാൻ മിത്തിൻ്റെ കാര്യത്തിൽ പറയാം, ഹിസ്റ്ററിയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ അത് ഞാൻ പറയാം. മൂന്നാമത്തെ കാര്യം, നോ ടെക്നിക്കൽ ലേണിംഗ് ഈസ് റിക്വയർഡ്. ഇപ്പം സയൻസ് സബ്ജക്റ്റ് പോലെ അല്ലെങ്കിൽ ജോഗ്രഫി പോലെ സബ്ജക്റ്റ് ആവുന്ന സമയത്ത് ടെക്നിക്കൽ ആയിട്ടുള്ള നോഹോ നമുക്ക് വേണം. പ്രത്യേകിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസ് വരുന്ന സമയത്ത് എന്താണ് ആ ടേം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ അങ്ങനത്തെ യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. ജസ്റ്റ് ആസ് ഇറ്റ് ആസ് എന്താണോ ഉള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇവിടെയാണ് കുറച്ചും കൂടെ ഹിസ്റ്ററി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. സോ ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത ഫ്രീക്വൻ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണെന്ന് കാണാൻ പറ്റുക. കഴിഞ്ഞ ഒരു 10 വർഷത്തെ PYQ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും അങ്ങനെ തന്നെ എന്താകുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. മോർ ഇമ്പോർട്ടൻ്റ്ലി ദ ഏരിയ വിൽ റിപ്പീറ്റ്. ചോദിക്കുന്ന ഏരിയ എന്തായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പുതുതായിട്ടൊന്നും ചോദിക്കാനില്ല. ഹരപ്പയാണെങ്കിൽ ഹരപ്പയെക്കുറിച്ച് തന്നെ ചോദിക്കുക, വേദിക് ഏജ് ആണെങ്കിൽ വേദിക് ഏജിനെ കുറിച്ച് തന്നെ ചോദിക്കുക, മോഡേണിലേക്ക് വരികയാണെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടമാണെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ള അങ്ങനെ ഓരോ ഏരിയ. ഇന്റർനാഷണൽ മൂവ്മെന്റ് ആണെങ്കിൽ ഇന്റർനാഷണൽ മൂവ്മെന്റിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മൾട്ടിപ്പിൾ ആസ്പെക്റ്റുകളെ കുറിച്ച് ചോദിക്കുക എന്നല്ലാതെ ഏരിയ എന്താകുന്നില്ല, ഒരിക്കലും മാറി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് PYQ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ പേപ്പേഴ്സ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഇറ്റ് ഇസ് വെരി ഈസി ലിങ്കേജ് വിത്ത് GS. കാരണം എന്താണോ നമ്മൾ GS-ൽ ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ, ഓപ്ഷൻസിൽ നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. ചില ഓപ്ഷണൽ സബ്ജക്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് GS-ഉമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യോളജിയിൽ നമുക്ക് ഒരുപാട് തിങ്കേഴ്സിനെ കുറിച്ചും തിയറികളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുണ്ട്. ജിയോഗ്രഫിയിലുണ്ട് സെയിം തിങ്. നമ്മുടെ പബാഡിലും അല്ലെങ്കിൽ PSIR പൊളിറ്റിക്കൽ സയൻസ് എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് തിങ്കേഴ്സിനെയും തിയറികളെ കുറിച്ചും പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള തിങ്കേഴ്സിനെ കുറിച്ചോ തിയറികളെ കുറിച്ചോ ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണ് നമ്മൾ GS-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. എന്നാലോ അത്ര തന്നെ സിലബസ് ഇല്ലതാനും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ഓവർലാപ്പിംഗ് വിത്ത് അതർ സബ്ജക്ട്സ്. ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പേപ്പേഴ്സിന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പേപ്പേഴ്സിനെ കുറിച്ച് പരിചയപ്പെടുന്നിടത്ത് പ്രത്യേകിച്ച് നമ്മൾ മോഡേണിൽ ഡിസ്കസ് ചെയ്യുന്ന പല ടോപ്പിക്കുകളും നിങ്ങൾക്ക് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് ആയിരിക്കാം, വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം, പൊളിറ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യമായിരിക്കാം, ഇക്കോണമിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം എന്നുള്ളതാണ്. പല സബ്ജക്റ്റുകളിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഹിസ്റ്ററി ഓപ്ഷനിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ളതാണ്. സോ ലോട്ട് ഓഫ് ഓവർലാപ്പിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു UPSC-യിൽ ഹിസ്റ്ററി എത്രത്തോളം നമുക്കത് സിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, കമ്പയറിംഗ് ടു അതർ സബ്ജക്റ്റ്. ഇനി ഇവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പലപ്പോഴും നമ്മുടെ ആസ്പിരൻറ്റ് സർക്കിൾ, എസ്പെഷ്യലി കേരള ആസ്പിരൻറ്റ് സർക്കിളിൽ കണ്ടൊരു കാര്യമാണ് ഹിസ്റ്ററി. എന്തുകൊണ്ട് നിങ്ങൾ ഹിസ്റ്ററി ചൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും അവർ പറയുന്നൊരു കാര്യം, കൂടുതൽ ഫാക്റ്റുകളും കൂടുതൽ ഇയേഴ്സിനെ കുറിച്ചുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഒരിക്കലും ഓപ്ഷണൽ സബ്ജക്റ്റിൽ നിങ്ങളോട് ഇയേഴ്സും അതുപോലെ തന്നെ ജസ്റ്റ് പെറ്റി ഫാക്റ്റുകളെ കുറിച്ചുമല്ല ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് എന്നുള്ളതാണ് ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ വർഷങ്ങൾ അധികം ഓർത്തു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് പേരുകളും അതുപോലെ തന്നെ സംഭവങ്ങളും അങ്ങനെ തന്നെ ഓർത്തു വെക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ PYQs എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഹിസ്റ്ററി എന്നൊക്കെ കേൾക്കുമ്പോൾ കുറേ ഫാക്റ്റുകളാണല്ലോ, കുറേ ഇയേഴ്സ് ആണല്ലോ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അത് അങ്ങനെയല്ല എന്നുള്ളതാണ് ഹിസ്റ്ററിയെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം, ഇറ്റ്സ് വെരി വാസ്റ്റ് ആൻഡ് ലെങ്തി സിലബസ്. ഒരു പക്ഷേ നിങ്ങളോടും പലരും പറഞ്ഞു തന്നിട്ടുണ്ടാകും ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് ആണ്, വളരെ ലെങ്തി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എന്നുള്ളത്. ഹിസ്റ്ററി എന്നുള്ളത് ഓപ്ഷനിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്തു നോക്കൂ, അത് അതിൻ്റെതായിട്ടുള്ള ഒരു വാസ്റ്റ്നെസ് ഉണ്ടാകും. ഹിസ്റ്ററി എന്നുള്ള സിലബസ് നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ലെങ്തി അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള സിലബസ് ആയി തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഹിസ്റ്ററിയിലെ ഒരു റൈറ്റ് അപ്രോച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, കൃത്യമായ അനാലിസിസ് നമ്മൾ നടത്തുകയാണെങ്കിൽ ഒരു 50-60 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ
ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് 300+ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് പ്രൂവൻ സ്ട്രാറ്റജിയാണ്. ഒരുപാട് ടോപ്പേഴ്സ് ഓൾറെഡി ചെയ്ത് ടെസ്റ്റിഫൈ ചെയ്ത് പ്രൂവൻ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ആ വിശാലമായിട്ടുള്ള ആൻഷ്യന്റ് മുതൽ മോഡേൺ വരെയുള്ള വിശാലമായിട്ടുള്ള ഏരിയയിൽ ആകെ 50-60 ടോപ്പിക്കുകൾ സെലക്റ്റീവായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകൾ മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 300 മാർക്സ് ഹിസ്റ്ററി ഓപ്ഷണൽസിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ആ വാസ്റ്റ്നെസ്, അല്ലെങ്കിൽ സിലബസ് വളരെ ബൾക്കിയാണ് എന്നൊക്കെ ഉള്ളത് വെറുതെ ആൾക്കാർ പറയുന്നതാണ്. ഏത് കോർ സബ്ജക്റ്റ് നിങ്ങൾ എടുത്തു നോക്കൂ, ആ കോർ സബ്ജക്റ്റ് എല്ലാം തന്നെ വാസ്റ്റ് ആണ്. ആ വാസ്റ്റ്നെസ് ഹിസ്റ്ററിയിലുണ്ട്. പക്ഷേ ഹിസ്റ്ററിയിൽ ഒരു സുഖം എന്തെന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയകൾ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട്, ആ ഏരിയകൾ നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്ററിയിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്തൊരു മിസ്കൺസെപ്ഷൻസ് ആണ്, ഹിസ്റ്ററിയിൽ സ്കോർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പറാണ് എന്നുള്ളത്. ഹിസ്റ്ററി മാത്രമല്ല, നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ പ്രസന്റേഷൻ മോശമാണെങ്കിൽ, മോശം ഇൻ ദ സെൻസ് യു ആർ നോട്ട് അപ് ടു ഡേറ്റ് ഓൺ ദി പ്രസന്റേഷൻ. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രസന്റേഷൻ സ്കിൽ. നിങ്ങൾ എങ്ങനെയാണത് ആൻസർ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ റൈറ്റിംഗ് സെഷൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലോ. അപ്പോൾ ആൻസർ റൈറ്റിംഗ് നിങ്ങൾ എങ്ങനെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അനുസരിച്ചല്ലെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മാർക്ക് കുറയും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഹിസ്റ്ററി ഓപ്ഷൻ എന്നല്ല, ഏത് ഓപ്ഷൻ സബ്ജക്റ്റ് എടുത്താലും ക്വസ്റ്റ്യൻ ചോദിച്ചതിനനുസരിച്ചല്ല നിങ്ങൾ ആൻസർ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഹിസ്റ്ററിക്ക് മാത്രമായിട്ട് എന്തില്ല, ഒരു മാർക്ക് കുറയുന്ന ഒരു പ്രവണതയില്ല എന്നുള്ളതാണ്. UPSC പൊതുവെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതുന്ന ടോപ്പേഴ്സിന് കിട്ടുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 50 to 55% ഇൻ ബിറ്റ്വീൻ, 50% 55% ഇടയിലാണ് ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന മാർക്ക് എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് റാങ്ക് അതിൻ്റെ മാർക്ക് എത്ര കിട്ടിയിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ അനാലിസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മിത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഓക്കെ, ദെൻ നമ്മളൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ UPSC പ്രിലിംസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത് നോക്കുകയാണെങ്കിൽ അത്ര തന്നെ ഇല്ല. കാരണം UPSC പ്രിലിംസിന് നമുക്ക് കൃത്യമായിട്ട് ഒരു സിലബസ് UPSC തരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രിലിംസിൻ്റെ സിലബസ് കണ്ടതല്ലേ. UPSC ഒഫീഷ്യൽ സിലബസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഡീകോഡിങ് ചെയ്ത സിലബസിനെ കുറിച്ചല്ല. ഒഫീഷ്യൽ സിലബസ് നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആകെ 3-4 വരിയിൽ UPSC അങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. അവിടുന്ന് എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം എന്ന്. പക്ഷേ മെയിൻസിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായ സിലബസ് ഉണ്ട് എന്നുള്ളതാണ്. പേപ്പർ 1-നും ഉണ്ട്, പേപ്പർ 2-നും ഉണ്ട്. ആ സിലബസിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്നുള്ളതാണ്. GS പോലെ അത്ര പരന്ന് പോവേണ്ട ഒരു ഏരിയ അല്ല എന്നുള്ളത് ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത്, സോ അവർ സ്ട്രാറ്റജി ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി കോർ ടോപ്പിക്. ഒരു 50-60 ടോപ്പിക്കുകൾ, കോർ ടോപ്പിക്കുകൾ നമ്മൾ ഓരോ ടോപ്പിക്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഏരിയ വളരെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 250 to 300 അല്ലെങ്കിൽ 300+ മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്കോറിൽ വരുന്ന വേരിയേഷൻസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദി സ്റ്റുഡൻസ് ഇംപ്രൂവ്മെൻറ്റ്. ഓരോ ആസ്പിറൻസിൻ്റെയും പ്രസൻറ്റേഷൻ സ്കിൽ അനുസരിച്ചുണ്ടാകും. ഇപ്പം എനിക്ക് 300 കിട്ടി വിചാരിച്ചപ്പോൾ ഇയാൾക്ക് 300 കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് 300 കിട്ടി വിചാരിച്ചാൽ എനിക്ക് 300 കിട്ടണമെന്നില്ല. അത് എങ്ങനെയാണ് ആ വേരി ചെയ്യുന്നത്? ഞാൻ എങ്ങനെയാണ് എൻ്റെ ആൻസർ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, അവിടെയാണ് ആൻസർ സ്ട്രക്ചറിങ്ങിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കിടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പറയുന്ന കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ഓക്കെ, ഫൈൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു റീസെൻ്റ് എക്സാമ്പിൾ ഞാൻ കൊണ്ടുവരികയാണ്. ഹിസ്റ്ററിയിൽ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോപ്പർ ആകാനൊന്നും പറ്റില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. 2021 ഓൾ ഇന്ത്യ ടോപ്പർ ആയിരുന്നു നമ്മുടെ ശ്രുതി ശർമ്മ എന്നുള്ളത്. അവരുടെ മാർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാൻ പറ്റും. നമുക്ക് സാധാരണ നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് GS-ൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 പേപ്പറുകൾ. അതിലൊന്ന് essay ആണ്. കണ്ടോ, 132 മാർക്കാണ് essayയിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ എത്തിക്സിൻ്റെ പേപ്പർ GS4 കണ്ടോ നിങ്ങൾ, 139. അതിലൊക്കെ ഉപരിയായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് എവിടെയാണ് നോക്കൂ, ഓപ്ഷൻസിന് 2 പേപ്പർ 1-ൽ 150-യും പേപ്പർ 2-ൽ 156-ഉം. ഓക്കെ, ബാക്കി എല്ലാത്തിലും ഒരു ആവറേജ് 120 റേഞ്ചിൽ. പേപ്പർ 4-ലാണ് അവർക്ക്, പേപ്പർ 3-ലാണ്, അഥവാ നമ്മുടെ GS3-ലാണ് മാർക്ക് കുറഞ്ഞിരുന്നത്. അവർക്ക് 108 മാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഒരു വൺ ഓഫ് ദി കുറഞ്ഞ മാർക്കാണ്. എനിക്ക് തോന്നുന്നു 99-100 മാർക്കോ കിട്ടിയ ആൾക്കാർ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്.
ഒന്നാം റാങ്കുകാർക്ക് 108 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കൂടെ മനസ്സിലാക്കുക. പക്ഷെ അവരെക്കാൾ മാർക്ക് വാങ്ങിയവർ മറ്റു പേപ്പറിൽ ഉണ്ടായിട്ടുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ എങ്ങനെ അവർ ഒന്നാം റാങ്കിലേക്ക് എത്തിച്ചേർന്നു, അവിടെയാണ് ഹിസ്റ്ററിയുടെ ഒരു പ്രാധാന്യം കിടക്കുന്നത്. നോക്കൂ നിങ്ങൾ, 156 മാർക്കാണ് അവർക്കന്ന് ഓപ്ഷണൽ പേപ്പറിൽ സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മിത്തിലേക്ക് ഞാൻ വരാം. ഈ ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ് ശരിക്കും എടുക്കുക ആരാണ്? ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണ് എടുക്കൂ, അല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റൂ, അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടി നമ്മുടെ ആസ്പിരന്റ് സർക്കിളിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ടോപ്പേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ശ്രുതി ശർമ്മയുടെ ഒരു എക്സെപ്ഷൻ കേസാണ്. അവരൊരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ, ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളായിരുന്നു. പക്ഷേ മറ്റു ടോപ്പേഴ്സിനെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരാരും തന്നെ എന്തല്ല, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല അവർ വന്നത്. മോർ ഇമ്പോർട്ടൻ്റ്ലി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന ആൾക്കാരാണ് ഹിസ്റ്ററി ഓപ്ഷണൽസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാ വർഷത്തെയും, ഇപ്പം ഈ വർഷത്തെ വരാൻ പോകുന്നേ ഉള്ളൂ, എല്ലാ വർഷത്തെയും നിങ്ങൾ പിന്നെ ടോപ്പേഴ്സിൻ്റെ അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. കാരണം ഹിസ്റ്ററിയിൽ എന്തായാലും ടോപ്പ് 10 ഒരാളെങ്കിലും ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ടോപ്പ് 10 ഉണ്ടാവാറുണ്ട് ഹിസ്റ്ററി ഓപ്ഷൻ എടുത്ത ആൾക്കാർ. അതിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആൾക്കാർ വെരി റയർ ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നല്ല പ്രശ്നം തന്നെ ആൻസർ റൈറ്റിംഗുള്ള ഒരു പ്രശ്നങ്ങളാണ്. പലപ്പോഴും ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്കുള്ള പ്രശ്നം എന്താണ്? അവർ ലെങ്തി ആയിട്ട്, വളരെ ബൾക്കി ആയിട്ട് എഴുതും. അത് UPSCക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണോ ചോദിച്ചത്, ഡിമാൻഡ് ഓഫ് ദി ക്വസ്റ്റ്യൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ ആൻസർ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരാളെ കൂടി ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. നൗഷീനാണ്. ഇപ്പോൾ കഴിഞ്ഞ 2023 ഓക്കെ. ഇപ്പം നൗഷീൻ്റെ കേസ്, ഇപ്പം 2023 ടോപ്പ് 10 ഉണ്ടായിരുന്നതാണ് നൗഷീൻ എന്നുള്ളത്. ഇപ്പോൾ പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരാൾ കൂടിയാണ് നൗഷീൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ട് നമുക്ക് നോക്കാം. 2020 വന്ന ഇപ്പം ജാഗൃതി അശ്വതി ആയിരുന്നാലും പ്രവീൺ കുമാർ ആയിരുന്നാലും ഒക്കെ നോൺ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ടോപ്പ് 10 സ്ഥാനം വന്ന ആൾക്കാരാണ്. ദ പോയിന്റ് ഈസ്, ടോപ്പ് 10 വരിക എന്നുള്ളതിൽ ഹിസ്റ്ററി ഓപ്ഷനിൽ എന്നുള്ളത് തടസ്സമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ടോപ്പ് 10 തന്നെ വരണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം എന്നുള്ളത് ഒരു നിർബന്ധവും ഇല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റീസെൻ്റ് ആയിട്ടുള്ള ചില റിസൾട്ടുകൾ നിങ്ങൾ പരിചയപ്പെടുത്തി തന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ചില ധാരണകളുണ്ട് നമ്മുടെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആസ്പിരൻസിനിടയിൽ. ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് വേണം. മാത്രമല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റീസ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഹിസ്റ്ററി പോലുള്ള ഓപ്ഷൻസിൽ സ്കോർ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ധാരണ ഉണ്ട്. ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങൾ എങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ അതിന് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആഫ്റ്റർ ഓൾ ഏതൊരു സബ്ജക്റ്റിനെ പോലെ തന്നെ ഹിസ്റ്ററി ഓപ്ഷനിലും അത് മാറ്റേഴ്സ് ആവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു മിഥ്യാധാരണകളൊക്കെ ഒന്ന് തിരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം ഡൗട്ടുകൾ. ഇനി നമുക്ക് ഹിസ്റ്ററിയുടെ ഓപ്ഷണൽ സിലബസ് ഒന്ന് ഡീകോഡ് ചെയ്യാം. കാരണം പലരും ഉള്ള അടുത്തൊരു ഒരു കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കൺസേൺ ആണ് എന്ത്, ഹിസ്റ്ററി വളരെ വിശാലമായൊരു പേപ്പറാണ്, അതിൽ ഞാൻ ഒരുപാട് ഏരിയകളിലൂടെ കയറി വരേണ്ടതുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കത് പിന്നെ കൃത്യമായിട്ട് അത് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അവിടെയാണ് സിലബസ് കൃത്യമായിട്ട് ഡീകോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം കിടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീകോഡിങ് ഒന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് സിലബസ്. അപ്പോൾ പേപ്പർ 1 24 യൂണിറ്റുകളാണുള്ളത്. പേപ്പർ 2 27 യൂണിറ്റുകളാണുള്ളത്. ഇങ്ങനെയാണ് UPSC എന്താക്കിയിട്ടുള്ളത്, ഹിസ്റ്ററിയെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പേപ്പർ 1 എന്ന് പറയുമ്പോൾ ആൻഷ്യൻറ്റ് മിഡീവൽ ഇന്ത്യ, എന്താണോ നമ്മൾ GS 1 പഠിക്കുന്ന ആൻഷ്യൻറ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ, അതാണ് പേപ്പർ 1 24 യൂണിറ്റുകളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പേപ്പർ 2 വരുന്ന സമയത്ത് മോഡേൺ ഇന്ത്യയും വേൾഡ് ഹിസ്റ്ററിയും. നമ്മൾ സാധാരണ GS പഠിക്കുന്ന സമയത്ത് വേൾഡ് ഹിസ്റ്ററി അത്ര ഡീറ്റെയിൽ ആയിട്ട് പോവില്ല, കുറഞ്ഞ ഏരിയകൾ മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ. ഓക്കെ, ഒരു 5-6 ടോപ്പിക്കുകൾ മാത്രമേ നോർമലി UPSC പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു 10-11 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അത്രേ മാറ്റമുള്ളൂ. ഓൾറെഡി GS പഠിച്ച 6 ടോപ്പിക്കിന് പുറമെ ഒരു 6 ടോപ്പിക്കും കൂടെ അധികം നമുക്ക് പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെ ഒന്ന് എന്താ പറയുക, PYQസും അതുപോലെ തന്നെ ടോപ്പേഴ്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്കതിനൊന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റും. നോക്കൂ, നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഒരു 60 ടോപ്പിക്കുകൾ മാക്സിമം നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയാനുള്ള കാരണം, ആൻഷ്യൻറ്റ് ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ പേപ്പർ 1 ആൻഷ്യൻറ്റ് ഇന്ത്യയിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു 8 ഏരിയകളിൽ, അതിൽ തന്നെ ഒന്നാമത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോഴ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോഴ്സുകൾ, ആ സോഴ്സിൽ തന്നെ നമുക്ക് ലിറ്റററി സോഴ്സുകളെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ അതിൽ ഒന്നാമത്തെ കാര്യം വേദിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ വേദിക് ലിറ്ററേച്ചർ മാത്രമല്ല, സംസ്കൃതം, പാലി, പ്രാകൃതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലോ. ഓരോ കാലഘട്ടം പഠിക്കുന്ന സമയത്തും ആ കാലഘട്ടത്തിലെ സോഴ്സുകളെ കുറിച്ച് നമ്മൾ എന്താക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അതേ കാര്യം തന്നെയാണ് സോഴ്സിന്റെ ഭാഗത്ത് ഓപ്ഷൻസിലും ചോദിക്കാറുള്ളത്. രണ്ടാമത്തെ ഒരു ഏരിയ ആണ് ഫോറിൻ അക്കൗണ്ട്സ് എന്നുള്ളത്. ഇത് പൊതുവേ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഒരു പക്ഷേ GS 1 നോക്കാറുണ്ടാവില്ല ചിലരെങ്കിലും. പക്ഷേ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ആൻഷ്യൻറ്റ് ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഫാഹിയാൻ, ഹ്യുവാൻസാൻ, മെഗസ്തനീസ് തുടങ്ങിയവരുടെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ചില സമയങ്ങളിൽ. ദെൻ മിഡീവൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അൽബറോനിയെ പോലെയുള്ള, മിഡീവൽ ഇന്ത്യ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് ബോധ്യപ്പെടും. ഓക്കെ, അൽബറോനിയെ പോലെയുള്ള ഓതേഴ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോറിൻ അക്കൗണ്ട്സ് എന്നുള്ളതാണ് ഒരു ഏരിയ. മറ്റൊന്ന് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ദെൻ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള എവിഡൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ന്യൂമിസ്മാറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എപ്പിഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ, പോട്ടറിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ആർക്കിയോളജിക്കൽ എവിഡൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നാണ്. ഇതെല്ലാം ഒരേ ടൈമിൽ ചോദിക്കുമെന്നല്ല, ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ്. ഒന്നെങ്കിൽ വേദിക് ലിറ്ററേച്ചർ ആയിരിക്കാം ഒരു വർഷം ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഫോറിൻ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസുമായി ബന്ധപ്പെട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ ഈ 3 ഏരിയയെക്കുറിച്ചും ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് സോഴ്സുമായി ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഏരിയ ഏതാണ്, പ്രീ ഹിസ്റ്റോറിക് ഏജ് ആണ് എന്നുള്ളതാണ്. പ്രീ ഹിസ്റ്റോറിക് ഏജിൽ നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് സ്റ്റോൺ ഏജ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, അഥവാ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്. അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പാലിയോ, മെസോനിയോ അഥവാ നമ്മുടെ സ്റ്റോൺ ഏജിൽ നിന്നും ചോദിക്കാറില്ല. ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണാറുള്ളത് ഇവിടെയാണ്. ചാൽക്കോലിത്തിക്കിനെയും അതുപോലെ തന്നെ സ്റ്റോൺ ഏജിനെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഇവിടെയാണ്. അതായത് നമ്മുടെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അഥവാ ഹരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻസ് അധികവും ഉണ്ടാവുക. ഇപ്പോൾ കഴിഞ്ഞ 2024 ഇപ്പം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ പേപ്പറിലും ചോദിച്ചിരുന്നു ഹരപ്പൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2024 ക്വസ്റ്റ്യൻസ് നോക്കിയാലും കാണാൻ പറ്റും. ഓക്കെ, സ്റ്റോൺ ഏജുമായി ബന്ധപ്പെട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഹരപ്പനുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
ദെൻ വേദിക് ഏജിലേക്ക് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി ദ കമ്പാരിസൺ ഇൻ ബിറ്റ്വീൻ ഏർലി ആൻഡ് ലേറ്റർ വേദിക്, ഏർലി വേദിക്കിലെയും ലേറ്റർ വേദിക്കിനെയും കുറിച്ചുള്ള കമ്പാരിസൺ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഐ മീൻ എങ്ങനെയായിരുന്നു സൊസൈറ്റി, എങ്ങനെയായിരുന്നു കൾച്ചർ, എങ്ങനെയായിരുന്നു എക്കണോമിക് ലൈഫ് ആൻഡ് റിലീജിയൻ. ദെൻ ഇമ്പോർട്ടൻറ്റ് ഗോഡ്സ് ആൻഡ് ദിയർ സിഗ്നിഫിക്കൻസ്. ഇത് സാധാരണ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യാറില്ല. GS1 ഗോഡ്സിനെ കുറിച്ചും അവരുടെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചും അത്ര ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് വി ഹാവ് ടു നോ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഏർലി വേദിക്കിലും ലേറ്റർ വേദിക്കിലും വരുന്ന റിലീജിയസ് ആയിട്ടുള്ള ചേഞ്ചസ് എന്തായിരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ ഒബ്വിയസ്ലി ദ വേദിക് ലിറ്ററേച്ചർ. വേദിക് ലിറ്ററേച്ചർ നമുക്ക് ഹിസ്റ്ററിയിൽ ഒരു സോഴ്സ് ആയിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കൂ. ഈ ടോപ്പിക്കിന്റെ തന്നെ മറ്റൊരു സാധനം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി നമ്മുടെ സോഴ്സിൽ ലിറ്ററേച്ചറെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെയിം സാധനം തന്നെയാണ് ഇവിടെയും ഓവർലാപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തതാണ് മഹാജനപദ കാലഘട്ടം എന്നുള്ളത്. അവിടെ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള 2 ഏരിയകളാണ്. അതിലൊന്ന് ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധിസവും ജൈനിസവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രിലിംസിൽ പഠിച്ച അത്ര ഡീറ്റെയിലിംഗ് എവിടെ വേണ്ട, ഓപ്ഷൻസിൽ വേണ്ട എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ബുദ്ധിസം ജൈനിസം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ, കാരണം അവിടെ ഫാക്റ്റുകൾക്കാണ് പ്രാധാന്യം. നിങ്ങൾ ആ ഫാക്റ്റും കോൺസെപ്റ്റും മനസ്സിലാക്കിയോ എന്നുള്ളതാണ്. ഇവിടെ ഫാക്റ്റുകളെ കുറിച്ചോ കോൺസെപ്റ്റിനെ കുറിച്ചോ അല്ല ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ PYQs നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ബുദ്ധിസം ജൈനിസം എന്ന് കേൾക്കുമ്പോൾ സാധാരണ ആസ്പിരൻസിന്റെ മനസ്സിലുണ്ടാവുന്ന ആൻഷ്യൻ ഇന്ത്യയിൽ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബുദ്ധിസം ജൈനിസം. പക്ഷേ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് വൺ ഓഫ് ദി ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബുദ്ധിസം ജൈനിസം എന്നുള്ളത്. നിങ്ങളെ കുഴപ്പിക്കുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ UPSC ഇവിടുന്ന് ചോദിക്കാറില്ല എന്നുള്ളതാണ്. ദെൻ ദ റൈസ് ഓഫ് ദി മഗധ. എങ്ങനെയാണ് മഗധ 6th സെഞ്ചുറിയിലെ ഒരു പൊളിറ്റിക്കൽ സെന്ററായി വന്നതെന്നും അതുമായി ബന്ധപ്പെട്ട അനാലിസുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ദെൻ അതിൽ എന്താണ് അയൺ, അതുപോലെ തന്നെ സെക്കൻഡ് അർബനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മഹാജനപദ കാലഘട്ടത്തിൽ ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്. ദെൻ കമ്മിങ് ടു ദ മൗര്യൻ ഇറ. മൗര്യൻ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഒരു കോംപ്രഹെൻസീവ് ഐഡിയ മൗര്യൻസിനെ കുറിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് മൗര്യൻസിന്റെ റൈസും ഡിക്ലൈനും നമ്മൾ മനസ്സിലാക്കണം. മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദെൻ അശോകയുടെ ധമ്മയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദെൻ എങ്ങനെയാണ് അർത്ഥശാസ്ത്ര വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നമ്മൾ എവിടെയും ഡിസ്കസ് ചെയ്യുന്നത്, GSലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് കുറച്ചൊരു വ്യത്യാസം വരുന്നത്. കാരണം GSൽ നമ്മൾ പോസ്റ്റ് മൗര്യൻ കാലഘട്ടം അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത്, കാരണം അവിടെയാണ് UPSCയുടെ ഒരു കളി കിടക്കുന്നത്. കാരണം GS1 എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും, അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാറുണ്ട് UPSC എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ വർഷം ചോദിച്ചത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രവാസിനെ കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. വെസ്റ്റേൺ ക്ഷത്രവാസിനെ കുറിച്ചായിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മൗര്യൻ കാലഘട്ടത്തിന് ശേഷം വന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഇവന്റ്, ഇപ്പം അവിടെ നമുക്ക് ഷാഗാസിനെ കുറിച്ചും കുഷാനാസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഡിസ്കഷൻസ് ആണ് നമുക്ക് നടക്കാനുള്ളത് എന്നുള്ളതാണ്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടും മധുര സ്കൂൾ ഓഫ് ആർട്ടും അമരാവതി സ്കൂൾ ഓഫ് ആർട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം സാധനമാണ് എവിടെ വരുന്നത്, ഓപ്ഷൻസിൽ നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. എന്താണ് ഗാന്ധാര, എന്താണ് അമരാവതി, എന്താണ് മധുര എന്നുള്ളത്. സെയിം സാധനമാണ് നമുക്ക് ഇവിടെ പോസ്റ്റ് മോഡേൺ ഇറയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ദെൻ കമ്മിങ് ടു ദ ഗുപ്തൻ ഏജ്. ഗുപ്തൻ ഏജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓവറോൾ ഗുപ്തൻ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ദ പൊസിഷൻ ഓഫ് ദ വുമൺ ആസ് വെൽ ആസ് ദി ഇക്കണോമിക് കണ്ടീഷൻ. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. എന്തായിരുന്നു ഗുപ്തൻ കാലഘട്ടത്തിലെ വുമൺ കണ്ടീഷൻ എന്നുള്ളതും എന്തായിരുന്നു ഇക്കണോമിക് കണ്ടീഷൻ എന്നുള്ളത്. ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു ഇക്കണോമിക് കണ്ടീഷൻ? കാരണം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇക്കണോമിക്കലി ഒരു ക്രംബ്ലിംഗ് കാണുന്ന ഒരു കാലഘട്ടമാണ് ഗുപ്തൻ കാലഘട്ടം എന്നുള്ളത്. അതുകൊണ്ടാണ് എന്നുള്ളതാണ്. ദെൻ ഒബ്വിയസ്ലി ദ കോൺട്രിബ്യൂഷൻ ടു ലിറ്ററേച്ചർ, ആർട്ട്, സയൻസ് ആൻഡ് ടെക്നോളജി. ഈ കാലഘട്ടത്തെ ഗോൾഡൻ ഏജ് എന്നൊക്കെ വിളിക്കുന്നതിനൊക്കെ എന്തുകൊണ്ട് എന്നുള്ളതിനൊക്കെ ഉത്തരം അവിടെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ദെൻ പോസ്റ്റ് ഗുപ്തൻ ഇറ. പോസ്റ്റ് ഗുപ്തനിലേക്ക് വരുന്ന സമയത്ത് UPSC അത്ര തന്നെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറില്ല. ബട്ട് സ്റ്റിൽ വി ഷുഡ് ഹാവ് എ കോംപ്രഹെൻസീവ് ഐഡിയ. എന്താണ് പോസ്റ്റ് ഗുപ്തൻ പീരീഡിലെ നോർത്ത് ഇന്ത്യൻ പൊളിറ്റി എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ആൻഷ്യന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട 8 ടോപ്പിക്കുകൾ എന്നുള്ളത്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള പഠനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ ആൻഷ്യന്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏകദേശം ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നോക്കൂ, നിങ്ങൾ മിഡീവൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് മിഡീവൽ ഇന്ത്യയെ നമുക്ക് പ്രധാനമായിട്ടും 4 ഏരിയകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
അതിൽ ഒന്നാമത്തെ കാര്യം UPSC ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്ന ഒരു ഏരിയയാണ് ഏർലി മിഡീവൽ ഇന്ത്യ എന്നുള്ളത്. അഥവാ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്നും മിഡീവൽ ഇന്ത്യയിലേക്കുള്ള ട്രാൻസിഷൻ ഫേസ്, ചേഞ്ച് നടക്കുകയാണല്ലോ. ആ ചേഞ്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് UPSC എന്താക്കാറുണ്ട്, ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയകൾ എന്തെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ചോളാസ്, ഇമ്പീരിയൽ ചോളാസിന്റെ വില്ലേജ് ഓട്ടോണമി എങ്ങനെയായിരുന്നു, അഡ്മിനിസ്ട്രേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ്. ദെൻ അവരുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ ഒരു കോൺട്രിബ്യൂഷൻസ് ചോദിക്കുക, പ്രത്യേകിച്ച് ടെമ്പിൾ ആർക്കിടെക്ചറിലുള്ള. ദെൻ രാജ്പുത് സ്റ്റേറ്റ്സിന്റെ ഒരു ഓവറോൾ ഐഡിയ. രാജ്പുത് സ്റ്റേറ്റ് ഒരുപാട് 36ഓളം രാജ്പുത് സ്റ്റേറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവറോൾ എന്തായിരുന്നു അവരുടെ പൊളിറ്റി, അവരുടെ നേച്ചർ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ രാഷ്ട്രകൂടാസ്, എന്താണ് അവരുടെ കോൺട്രിബ്യൂഷൻ ടു ആർട്ട് ആൻഡ് കൾച്ചർ, ആർട്ട് ആൻഡ് കൾച്ചറിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇന്ത്യൻ ഫ്യൂഡലിസം, ഇവിടെയാണ് ഒരു ഡിബേറ്റ് നടക്കുന്നത്. ഇന്ത്യയിൽ ഫ്യൂഡലിസം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ വന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റിലൊക്കെ കാണുന്നത് പോലെയുള്ള ഫ്യൂഡലിസം ആണോ അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യൻ ഫ്യൂഡലിസം വർക്കൗട്ട് ചെയ്തത് തുടങ്ങിയതിനെക്കുറിച്ചുള്ളൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. ആ ഡിബേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദെൻ ദ ഫിലോസഫി. ഏർലി മിഡീവൽ ടൈംസിലാണ് ഫിലോസഫികളെ കുറിച്ചുള്ള ഫിലോസഫിക്കൽ ഡിസ്കോഴ്സുകൾ കൂടുതലായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ നമുക്ക് ശങ്കരാചാര്യരുടെ ഫിലോസഫിയാണ് കൂടുതലായിട്ട് ഒരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ദെൻ വിൽ ടോക്ക് അബൌട്ട് ദ ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ്സ്. ഭക്തി സൂഫി മൂവ്മെന്റിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് സൂഫി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കലന്തരിയ മൂവ്മെന്റ് എങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സൂഫി മൂവ്മെന്റുകൾ, പ്രധാനപ്പെട്ട ഭക്തി മൂവ്മെന്റുകൾ, സയൻസുകൾ ആരായിരുന്നു, എന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദെൻ ഈ കാലഘട്ടം പ്രതിനിധീകരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ലിറ്ററേച്ചേഴ്സ് ആണ് അൽബറൂനി ആൻഡ് കൽഹണ എന്നുള്ളത്. കൽഹണയുടെ രാജതരംഗിണിയും അൽബറൂനിയുടെ കിതാബുൽ ഹിന്ദ് എന്നുള്ള വർക്കും, ആ വർക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ദെൻ മോർ ഇമ്പോർട്ടൻ്റ്ലി ടെമ്പിൾ ആർക്കിടെക്ചർ. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഈ വർഷം വേസര സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. അതിന് മുമ്പ് ദ്രവീഡിയൻ സ്റ്റൈലായിരുന്നു ചോദിച്ചിരുന്നത്. അതിന് മുമ്പ് ഇഫ് ഐ എം കറക്റ്റ് നഗര സ്റ്റൈലിന്റെ സബ് സ്കൂൾസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ടെമ്പിൾ ആർക്കിടെക്ചർ എന്നുള്ളൊരു ഹോട്ട് ടോപ്പിക്കാണ്. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എഗെയിൻ ദ സെയിം ടോപ്പിക്സ് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏർലി മിഡീവൽ ഇന്ത്യ. കാരണം ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നുള്ളതാണ് UPSC ഓപ്ഷണൽ പേഴ്സ്പെക്റ്റീവ് സംസാരിക്കുമ്പോൾ. GS നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോവില്ല, പക്ഷെ ബട്ട് സ്റ്റിൽ ഈ ഏരിയകളിലൂടെയൊക്കെ നമ്മൾ GS കടന്നു പോകുന്ന ഏരിയകൾ തന്നെയാണ് എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡൽഹി സുൽത്താനേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്നുള്ളതാണ്. ഒരുപാട് ഫാമിലീസ്, ഒരുപാട് റൂളിംഗ് ആയിട്ടുള്ള പവേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമേ ആര് ചോദിക്കാറുള്ളൂ, UPSC ചോദിക്കാറുള്ളൂ എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഒരു കേസ് സ്റ്റഡി നമുക്ക് നടത്തേണ്ടത് ബാൽബനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബാൽബനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില ഐഡിയാസ് ഉണ്ട്. ഉദാഹരണമായിട്ട് എങ്ങനെയാണ് അദ്ദേഹം മംഗോളിയൻ ത്രെട്ടിനെ പ്രിവെന്റ് ചെയ്തത്, എന്താണ് അദ്ദേഹത്തിന്റെ ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ഇന്ന് മോഡേൺ ടൈംസിൽ പോലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്നുള്ളത്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ എങ്ങനെയായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ കൺസോൾട്ടേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്, പൊതുവിൽ സുൽത്താനേറ്റിലെ അഡ്മിനിസ്ട്രേഷൻ എന്തായിരുന്നു. Then we'll talk about the Khalji revolution, especially the Alauddin Khalji. അലാവുദ്ദീൻ ഖൽജിയെ കുറിച്ചും ഖൽജിമാരെ കുറിച്ചും, പ്രത്യേകിച്ച് അലാവുദ്ദീൻ ഖൽജിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ മാർക്കറ്റ് റിഫോംസ് അടക്കമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് വണ്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. Then we'll talk about the മുഹമ്മദൻ തുഗ്ലക്, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റുകൾ. കാരണം ഇന്നും പലപ്പോഴും നൊട്ടോറിയസ് ആയിട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദൻ തുഗ്ലക് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ദെൻ വിൽ ടോക്ക് അബൌട്ട് ദ ഫിറോസ് ഷാ തുഗ്ലക്. ഈ വർഷവും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ദെൻ അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസി, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസി. ദ പോയിന്റ് ഈസ് ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇനി പൊതുവായിട്ട് വരുന്ന മൂന്നാമത്തെ ടോപ്പിക്കാണ് സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഇക്കോണമി ഓഫ് 13th and 14th century. 13-14 നൂറ്റാണ്ടുകളിലെ സൊസൈറ്റിയെക്കുറിച്ചും കൾച്ചറിനെ കുറിച്ചും എക്കണോമിയെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളത്. അതിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ആ ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്. ദെൻ അനദർ ഏരിയ ആണ് ലാൻഡ് റവന്യൂ സിസ്റ്റം. ആൻഡ് മിഡീവൽ ടൈംസിലെ ലാൻഡ് റവന്യൂ സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ മിഡീവൽ ഇന്ത്യയിലെ 15th and 16th century എന്നുള്ള നാലാമത്തെ ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും
ബഹ്മണി കിങ്ഡവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പ്രത്യേകിച്ച് സൊസൈറ്റി ഇക്കോണമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇവിടെ വിജയനഗര എംപയർ ആണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ സിഗ്നിഫിക്കൻ്റ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. വിജയനഗര കിങ്ഡത്തിലെ സൊസൈറ്റി, പൊളിറ്റി, ആർട്ട്, ലിറ്ററേച്ചർ ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ദെൻ ദ ഗ്രോത്ത് ഓഫ് റിലീജിയസ് സൂർ എംപയർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല റീസെൻ്റ് ആയിട്ട്. ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് സൂർ എംപയറുമായി ബന്ധപ്പെട്ട് അത്ര ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ഗ്രോത്ത് ഓഫ് റിലീജിയസ് മൂവ്മെന്റ് ആൻഡ് ദിയർ കോൺട്രിബ്യൂഷൻസ്, അതും ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയകളാണ് എന്നുള്ളതാണ്. സോ മിഡീവൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി 5ാമത്തെ ടോപ്പിക്കിൽ വരുന്ന സമയത്ത് അക്ബർ എന്നുള്ളതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കേണ്ടതാണ്. അക്ബറുമായി ബന്ധപ്പെട്ട് വരുന്ന അദ്ദേഹത്തിന്റെ പോളിസികൾ, ഇപ്പോൾ മൻസബ്ദാരി സിസ്റ്റം ആവട്ടെ, ജാഗിർദാരി സിസ്റ്റം ആവട്ടെ, അദ്ദേഹത്തിന്റെ രാജ്പുത് പോളിസി ആവട്ടെ, അദ്ദേഹത്തിന്റെ സുൽഹിക്കുൽ, ദ പീസ് ടു ഓൾ, ദ യൂണിവേഴ്സൽ പീസ് എന്നുള്ള അദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസി ആവട്ടെ, ആർട്ട് ആൻഡ് ടെക്നോളജിക്ക് അദ്ദേഹം നൽകിയ പാട്രണേജ് ആവട്ടെ. അപ്പം അദ്ദേഹത്തിന്റെ ചില ഏരിയകൾ നോക്കൂ. അക്ബർ എന്നുള്ള വ്യക്തിയെ മൊത്തത്തിലല്ല നമുക്ക് എക്സാംസിൽ ആവശ്യമുള്ളത്, അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്ന ചില ഏരിയകളുണ്ട്. ആ ഏരിയകൾ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ദെൻ മുഗൾ എംപയറിലേക്ക് വരുന്ന സമയത്ത് പൊതുവിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു, മുഗൾസിന്റെ റിലീജിയസ് പോളിസി, റൂളേഴ്സിന്റെ റിലീജിയസ് പോളിസി എന്തായിരുന്നു മുഗൾ കാലങ്ങളിൽ അനുഭവിച്ച അഗ്രേറിയൻ ക്രൈസിസും റിവോൾട്ടും അതിന്റെ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക് എന്നുള്ളത്. സെയിം ടോപ്പിക് തന്നെയാണ് നമുക്ക് എവിടെയും ഡിസ്കസ് ചെയ്യാനുള്ളത്, GS-ലും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ നോക്കൂ, 7ാമത്തെ ടോപ്പിക്കായിട്ടുള്ള ശിവജി ആൻഡ് മറാത്താസ്. ശിവജിയിലേക്കും മറാത്താസിലേക്കും വരുന്ന സമയത്ത് എങ്ങനെയാണ് മറാത്ത പവർ ശിവജിയുടെ അണ്ടറിലായിട്ട് ഡെക്കാൻ ഏരിയയിൽ ഡെവലപ്പ് ചെയ്ത് വന്നതെന്നും ആൻഡ് ശിവജിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്തായിരുന്നു എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി എന്നുള്ളത്. സെയിം തിങ് ആണ് GS നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഇക്കോണമി ആൻഡ് സൊസൈറ്റി 16-17 നൂറ്റാണ്ടുകളിൽ എക്കണോമി സൊസൈറ്റി, അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ എന്ന് പറഞ്ഞാൽ മുഗൾസിന്റെ ലാൻഡ് റവന്യൂ സിസ്റ്റം എന്തായിരുന്നു, എങ്ങനെയാണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്ന അവരുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എങ്ങനെയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദെൻ വാട്ട് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ദ പെസൻസ് ആൻഡ് ദ വുമൺ ഇൻ മുഗൾ പീരീഡ്. ദെൻ ദ എവല്യൂഷൻ ഓഫ് ദ സിഖ്, കാരണം സിഖിസം അല്ലെങ്കിൽ സിഖ് മൂവ്മെന്റിന്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഗൾ കാലഘട്ടത്തിലാണ്. സോ ഗുരുനാനാക്കിനെ കുറിച്ചും സിഖ് മൂവ്മെന്റിനെ കുറിച്ചും ഒക്കെ നമുക്കവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ നോക്കൂ, ഈ വലിയൊരു ഏരിയ ആണ്. 2 നൂറ്റാണ്ടിലാകെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട 4-5 മൈക്രോ ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഓപ്ഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ. ദെൻ 9ാമത്തെ ടോപ്പിക്കായിട്ടുള്ള കൾച്ചർ ഇൻ ദി മുഗൾ എംപയർ. മുഗൾ കാലഘട്ടത്തിലെ കൾച്ചറിനെ കുറിച്ചാണ്. സെയിം ടോപ്പിക്കാണ് നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ ഡിസ്കസ് ചെയ്യാൻ, അഥവാ പേർഷ്യൻ, ഹിന്ദി ആൻഡ് അതർ റിലീജിയസ് ലിറ്ററേച്ചറിനെ കുറിച്ച് നമുക്ക് ബ്രീഫായി ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ മുഗൾ ആർട്ട്, ആർക്കിടെക്ചർ, പെയിന്റിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി. ഈ 2 ടോപ്പിക് മൈക്രോ ടോപ്പിക്കുകളാണ് മുഗൾ കൾച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ദെൻ 18th സെഞ്ചുറി, ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുള്ള ഒരു ഏരിയ ആണ് 18ാം നൂറ്റാണ്ട് എന്നുള്ളത്. കാരണം പൊതുവെ 18ാം നൂറ്റാണ്ട് നമ്മുടെ GS ക്ലാസ്സുകളിൽ നമ്മൾ അത്ര ഫോക്കസ് ചെയ്യാറില്ല, പക്ഷേ ഓപ്ഷൻസിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അതിൽ 1ാമത്തെ ടോപ്പിക്കാണ്, മൈക്രോ ടോപ്പിക്കാണ് ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ. മുഗൾ എങ്ങനെ ക്രംബിളായി, അതിന്റെ കാരണം എന്താണ്, ഒരു കാരണമാണോ മൾട്ടിപ്പിൾ കാരണമാണോ നമ്മൾ അറിയണം. ദെൻ മറാത്ത അണ്ടർ പേഷ്വാസ്, ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് മറാത്താസ് ഇവിടെ ഒരു പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അന്ന് ഉണ്ടായിരുന്ന ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും മറാത്ത സ്റ്റേറ്റ് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നു തുടങ്ങിയുള്ള കാര്യങ്ങൾ. ദെൻ അഫ്ഗാൻസിന്റെ അഥവാ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തും അതുപോലെ തന്നെ അഫ്ഗാൻ പവേഴ്സ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതായത് 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ പൊളിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ബേസിക്കലി അതാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റഡ് പൊളിറ്റിയാണ്, സെൻട്രലൈസ്ഡ് എംപയർ ഒന്നുമില്ല. അപ്പോൾ അവിടെയുള്ള 3 ഏരിയകളാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. അപ്പോൾ അന്നത്തെ ആ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് ആസ്പിരൻസിന് ഐഡിയ ഉണ്ടോ എന്ന്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിന് പ്രത്യേകത പ്രീ ബ്രിട്ടീഷ് കാലഘട്ടമാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ വരുന്നതിന് മുൻപ് എന്തായിരുന്നു ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു അണ്ടർസ്റ്റാൻഡിൽ നിന്നാണ് ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്നുള്ളത്. ഇത് പൊതുവെ നമ്മൾ അത്ര വെയിറ്റേജ് കൊടുക്കാറില്ല, പക്ഷെ അവിടെ നിന്നും ഓപ്ഷനിൽ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പേപ്പർ 1നെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു ഞാൻ. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ആകെ നമുക്ക് 10ഉം 8ഉം 18 അല്ലേ, 18 ടോപ്പിക്കുകളാണ് നമുക്ക് പേപ്പർ 1ൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാനുള്ളത്. അതിൽ തന്നെ മൈക്രോ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് അത് കുറച്ചൊന്ന് ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ പേപ്പർ 2 ഒന്ന് നമുക്ക് വളരെ പിന്നെ ഒരു ഓട്ടപ്രദക്ഷിണം നമുക്ക് നടത്താം. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ മോഡേൺ ഇന്ത്യയും മോഡേൺ വേൾഡ് ഹിസ്റ്ററിയാണ് വരുന്നത്. പേപ്പർ 2ലെ 1ാമത്തെ ടോപ്പിക്ക് യൂറോപ്യൻ പെനിട്രേഷൻ ആണ്. നോക്കൂ, വലിയൊരു ഏരിയ ആണ്, പക്ഷെ നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട 2 മൈക്രോ ടോപ്പിക്കേ ഉള്ളൂ. ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധത്തെക്കുറിച്ചും കർണാട്ടിക് വാറിനെ കുറിച്ചും. കാരണം എന്തുകൊണ്ട് ഈ കർണാട്ടിക് വാർ ഇമ്പോർട്ടൻ്റ് ആവും ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ
മോഡേൺ ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും കർണാട്ടിക് വാസിന്റെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു എന്നുള്ളത്. ദെൻ സെക്കൻഡ് ടോപ്പിക്കാണ് ബ്രിട്ടീഷ് എക്സ്പാൻഷൻ. എങ്ങനെയാണ് ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇന്ത്യയിൽ നടന്നത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ബക്സറിനെ കുറിച്ചും മൈസൂർ വാർസിനെ കുറിച്ചും മറാത്താസുമായിട്ടുള്ള ട്രീറ്റി ഓഫ് ബസൈൻസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ മറ്റ് സ്റ്റേറ്റുകൾ എങ്ങനെയാണ് ബ്രിട്ടീഷ് കൺട്രോളിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പം സിന്ധ് ആയിരുന്നാലും അതുപോലെ തന്നെ ചില തിയറികളുണ്ട്. ഇവിടെ ആകെ വരുന്നൊരു തിയറി ഇവിടെയാണ്, മോഡേൺ ഇന്ത്യയിലാണ്. ഒന്ന് റിംഗ് ഫെൻസ് തിയറി, അതുപോലെ തന്നെ കുറച്ച് തിയറികൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ അത് തിയറി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ടേംസ് അറിയുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ഏർലി സ്ട്രക്ചർ ഓഫ് ബ്രിട്ടീഷ് രാജ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പുകൾ എങ്ങനെയാണ്? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ചില ആക്ടുകളുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് ആവട്ടെ, പിറ്റ്സ് ഇന്ത്യ ആക്ട് ആവട്ടെ, ചാർട്ടർ ആക്ട് ആവട്ടെ, തുടങ്ങിയിട്ട് തുടക്കത്തിൽ അവർ കൊണ്ടുവന്ന ചില റെഗുലേറ്റിംഗ് ആയിട്ടുള്ള ആക്ടുകളെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കണം. സെയിം സാധനം തന്നെയാണ് നമുക്ക് GS നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ദെൻ ഇക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ എക്കണോമിക് ഇമ്പാക്ട് എന്തായിരുന്നു എന്ന് നമ്മൾ ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പെർമനന്റ് ആൻഡ് റയോട്ടുവാരി സെറ്റിൽമെന്റ് സിസ്റ്റം. നിങ്ങൾ ജമീന്ദാരി സിസ്റ്റത്തെ കുറിച്ച് ഒരു പക്ഷേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്നുള്ളത്, പെർമനന്റ് ആൻഡ് റയോട്ടുവാരി സിസ്റ്റം. ദെൻ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. എങ്ങനെയാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിനെ ബ്രിട്ടീഷുകാർ കൊമേഴ്ഷ്യലൈസ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഡി ഇൻഡസ്ട്രിയലൈസേഷൻ മറ്റൊരു ഏരിയ ആണ്. എങ്ങനെ, ഹൗ ആൻഡ് വൈ ദ ബ്രിട്ടീഷേഴ്സ് ഡി ഇൻഡസ്ട്രിയലൈസ്ഡ് ഇൻ ഇന്ത്യ. ദെൻ ഡ്രെയിൻ ഓഫ് വെൽത്ത്. എന്താണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കും. കാരണം ദാദാഭായ് നവറോജിയുടെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒരു എക്സ്പോർട്ടർ ആയിട്ടുള്ള ഇന്ത്യയെ നെറ്റ് ഇമ്പോർട്ടറാക്കി മാറ്റിയിരുന്നത്. കാരണം ഒന്ന് ലോകത്തെ GDP-യിലേക്ക് 20% കോൺട്രിബ്യൂട്ട് ചെയ്തൊരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. അതിൽ നിന്നും ഒരു എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടിംഗ് കൺട്രിയായി എങ്ങനെ മാറ്റി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ബ്രിട്ടീഷ് കാലങ്ങളിൽ നടന്ന ദ ഗ്രേറ്റ് ഫമൈൻസിനെ കുറിച്ച്, ഇന്ത്യ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സീരീസ് ഓഫ് ഫമൈൻസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ദെൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റുകൾ അണ്ടർ ബ്രിട്ടീഷ്. ഉദാഹരണമായിട്ട് എഡ്യൂക്കേഷനിൽ എന്ത് മാറ്റമാണ് വന്നത്, പ്രസ് ആൻഡ് ലിറ്ററേച്ചറിൽ എന്ത് മാറ്റമാണ് വന്നത്, കൊളോണിയൽ ഐഡിയോളജി എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് അവർ ഇഞ്ചെക്ട് ചെയ്യാൻ നോക്കിയിരുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ദെൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റിനെ കുറിച്ച് എന്താണോ GS നിങ്ങൾ പഠിച്ചത് സെയിം സാധനം. ഇപ്പം രാജാറാം മോഹൻ റോയ്, യങ് ബംഗാൾ മൂവ്മെൻറ്റ്, ആര്യ സമാജ്, ദെൻ കാസ്റ്റ് മൂവ്മെൻറ്റുകൾ തുടങ്ങിയിട്ട് എന്താണോ നമ്മൾ GS 1 കൺവെൻഷനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സെയിം ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് എവിടെയുള്ളത്, ഇവിടെയും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ഓക്കെ. ഫൈൻ. ദെൻ ഇന്ത്യൻ റെസ്പോൺസ് ടു ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളിനെതിരെയുള്ള ഇന്ത്യൻ റെസ്പോൺസ് എന്താണെന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ ഏർലി ഇന്ത്യൻ നാഷണലിസം അണ്ടർ ഗാന്ധി. ഞാനത് ഡീറ്റെയിൽഡ് പോകാതിരിക്കുന്നത് സെയിം ടോപ്പിക് തന്നെയാണ് എവിടെ ഉള്ളത്, GS 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. പ്രിലിംസിനും മെയിൻസിനും വേണ്ടി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ സെയിം ടോപ്പിക് തന്നെയാണ് എവിടെയും ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഓപ്ഷൻസിലും ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഈ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതിരിക്കുന്നത്. പേപ്പർ 1 അപേക്ഷിച്ച് പേപ്പർ 2 കുറച്ചും കൂടി സിമ്പിളാണ്. സിമ്പിൾ ഇൻ സെൻസ് എന്താണോ നമുക്ക് GS 1 പഠിക്കാം അതേ സെയിം ടോപ്പിക് തന്നെയാണ് ഇവിടെയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. പിന്നെ ആകെ വരുന്ന അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഏരിയകളാണ്. ഒന്ന് ഈ 13ാമത്തെ ടോപ്പിക് നിങ്ങൾ കണ്ടോ, കൺസോൾട്ടേഷൻ ആസ് നേഷൻ എന്നുള്ളതിൽ നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയെക്കുറിച്ചും റീഓർഗനൈസേഷനെ കുറിച്ചും ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റുകളെ കുറിച്ചും നമ്മൾ സാധാരണഗതിയിൽ ഹിസ്റ്ററിയിൽ അത്ര ഡിസ്കസ് ചെയ്യാറില്ല. പകരം എവിടെ ഡിസ്കസ് ചെയ്യും, നിങ്ങൾ IR ഇന്റർനാഷണൽ റിലേഷൻസ് ചർച്ച ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ചർച്ച ചെയ്യുക നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയാണ്. കാരണം ഇന്ത്യയുടെ ഫോറിൻ പോളിസി തുടങ്ങുന്നത് നെഹ്റുവിൽ നിന്നാണ്. അപ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസിലെ തിയറി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചർച്ച ചെയ്യുക നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയാണ്. സോ IR-ലെ ടോപ്പിക്കാണ് നിങ്ങൾ ഓൾറെഡി എന്താകുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ പൊതുവെ ചർച്ച ചെയ്യാറുള്ളത് എവിടെയാണ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് GS 1 ടോപ്പിക് ഉണ്ട്. ഹിസ്റ്ററിയുടെ ഭാഗമല്ല, പക്ഷേ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഹിസ്റ്ററിയിലോ ആയിട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫാക്കൽറ്റി. ഓരോ ഫാക്കൽറ്റിക്ക് അനുസരിച്ച് ചിലരത് സൊസൈറ്റിയിൽ ചർച്ച ചെയ്യും, ചിലവരെന്ത് ചെയ്യും ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യും എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഇന്ത്യയിലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ സാധ്യമായത്. ഇപ്പം നമ്മൾ ഈ ലിംഗ്വിസ്റ്റിക് ബേസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണല്ലോ നമ്മളുടെ, അതൊക്കെ എങ്ങനെ വന്നു, അതുപോലെ തന്നെ എങ്ങനെ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ കേരളം അടക്കമുള്ള നമ്മുടെ ട്രാവൻകൂർ അടക്കമുള്ള പ്രിൻസ്ലി സ്റ്റേറ്റുകളൊക്കെ എങ്ങനെ ഇന്ത്യൻ യൂണിയനിലേക്ക് വന്നു എന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ദെൻ കാസ്റ്റ് ആൻഡ് എത്തനിസിറ്റി പോസ്റ്റ് 1947 1947 ശേഷമുള്ള കാസ്റ്റ് മൂവ്മെന്റുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എഗെയിൻ ഈ ഏരിയ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക എവിടെയാണെന്നറിയോ, ഇന്ത്യൻ സൊസൈറ്റിയിലാണ് നിങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് കൂടുതലായിട്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസോൾട്ടേഷനിൽ നിങ്ങൾ ചർച്ച ചെയ്യും. ആ സെയിം ടോപ്പിക് തന്നെയാണ് ഇവിടെയും ഓപ്ഷൻ നമ്മൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്.
ദെൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസ് ശേഷം വന്ന ലാൻഡ് റിഫോംസിനെ കുറിച്ച് ഇക്കോണമിയിൽ നിങ്ങൾ ചർച്ച ചെയ്യും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലാൻഡ് റിഫോംസിനെ കുറിച്ച്. ദെൻ എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ ഇക്കോളജിക്കൽ കൺസർവേഷൻ മൂവ്മെന്റുകൾ. ഇപ്പോൾ നിങ്ങൾ പിന്നെ ചിപ്കോ മൂവ്മെന്റ് ഒക്കെ നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഇക്കോളജിക്കൽ കൺസർവേഷൻ മൂവ്മെന്റുകളെ കുറിച്ച് ഇത് നിങ്ങൾക്ക് GS2-ലും GS3-ലും ഒക്കെ ഉപകാരപ്പെടുന്ന ടോപ്പിക്കുകളാണ് എന്നുള്ളതാണ്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്ന ഡെവലപ്മെന്റുകൾ എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഈ ഒരു ടോപ്പിക്കുകൾ, ഈ 13, 14, 15 ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓവർലാപ്പിംഗ് ടോപ്പിക്കുകളാണ്. അത് GS1-ലും 2-ലും 3-ലുമായിട്ട് സ്കേറ്റഡ് ആയി കിടക്കുന്ന ടോപ്പിക്കുകൾ തന്നെയാണ് എവിടെ ഉള്ളത്, ഓപ്ഷൻസിലും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പഠിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മോഡേൺ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം കിടക്കുന്നത്. വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ സാധാരണ പഠിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ഒരു ഏരിയ ആണ് എൻലൈറ്റ്മെന്റ് ആൻഡ് മോഡേൺ ഐഡിയാസ് എന്നുള്ളത്. എന്താണ് എൻലൈറ്റ്മെന്റ് എന്നുള്ളത്? അപ്പം ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞില്ല. എന്താണ് എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ റൂസോയുടെയും ഇമ്മാനുവൽ കാന്റിന്റെയും റോൾ എന്താണ്? ദെൻ സോഷ്യലിസ്റ്റ് ഐഡിയാസ്, കാൾ മാർക്സ് വരെയുള്ള സോഷ്യലിസ്റ്റ് ഐഡിയാസ്. ഇപ്പോൾ മാർക്സിസം എന്നുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ഫിലോസഫിയാണ്. അപ്പോൾ എന്താണ് ഈ മാർക്സിസത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യലിസവും മാർക്സിസവും ഡെവലപ്പ് ചെയ്ത് വന്നത് തുടങ്ങിയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ടോപ്പിക്സിൽ മോഡേൺ പൊളിറ്റിക്സ്, ഒറിജിൻ ഓഫ് മോഡേൺ പൊളിറ്റിക്സ് എന്നുള്ള ഭാഗം, ഇത് GS1-ൽ അതേപോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യമാണെന്ത്? അമേരിക്കൻ റവല്യൂഷൻ എന്താണ്, അമേരിക്കൻ സിവിൽ വാർ, ഫ്രഞ്ച് റവല്യൂഷൻ, ദെൻ ബ്രിട്ടീഷ് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. ഇതിൽ തന്നെ അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും ഒരുപാട് തവണ GS1-ൽ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ മൂന്നാമതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളത്. ഇപ്പം ഈ വർഷത്തെ 2024-ലെ GS1-ൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്നുള്ളതും അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇപ്പോൾ നമ്മൾ IR4-ലാണല്ലോ ഇപ്പോൾ ഉള്ളത് അല്ലേ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4-ലാണ് നമ്മൾ, 4th സ്റ്റേജിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ദെൻ നാഷണൽ സ്റ്റേറ്റ് സിസ്റ്റം, അഥവാ എങ്ങനെയാണ് നാഷണലിസം എന്നുള്ളൊരു കൺസെപ്റ്റ് ലോകത്ത് വന്നത്. ഈ നാഷണലിസം നമ്മൾ ഇന്ന് മോഡേൺ വേൾഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് നാഷണലിസം, ആന്റി നാഷണലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ. അപ്പോൾ നാഷണലിസം എങ്ങനെ വന്നു, അത് എങ്ങനെയാണ് സ്റ്റേറ്റ് ഫോർമേഷനിലേക്ക് നയിച്ചത്, അതിൽ കേസ് സ്റ്റഡി ആയിട്ട് ജർമ്മനിയുടെ യൂണിഫിക്കേഷൻ നടക്കുന്നുണ്ട്. കാരണം ഇന്നും ലോകത്തിനൊരു മാതൃകയാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ എന്നുള്ളത്. കാരണം ഒരിക്കലും യൂണിഫൈ ആവില്ല എന്ന് കരുതിയ രാജ്യമായിരുന്നു ജർമ്മനി എന്നുള്ളത്. അപ്പോൾ അവരെങ്ങനെ യൂണിഫൈ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസിന് സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ്. ഇതിന് അഞ്ചാമത്തെ ടോപ്പിക്കാണ് ഇമ്പീരിയലിസം ആൻഡ് കൊളോണിയലിസം. നമ്മൾ സാധാരണ പലപ്പോഴും മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന രണ്ട് ടേമാണ് കൊളോണിയലിസം, ഇമ്പീരിയലിസം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് എന്താണ് കൊളോണിയലിസം, എന്താണ് ഇമ്പീരിയലിസം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ദെൻ റവല്യൂഷൻസിനെ കുറിച്ച്, പ്രത്യേകിച്ച് 19th സെഞ്ചുറിയിലെ റഷ്യൻ അതിൽ പ്രധാനപ്പെട്ടതാണ് റഷ്യൻ റവല്യൂഷൻ എന്നുള്ളത്. ദെൻ ഫാസിസം, നാസിസം, ദെൻ ചൈനീസ് റവല്യൂഷൻ. അഥവാ 19th സെഞ്ചുറിക്ക് ശേഷം വന്ന പ്രധാനപ്പെട്ട റവല്യൂഷൻസിനെ കുറിച്ച്, ആകെ 3 റവല്യൂഷൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടുള്ളൂ. ഒന്ന് റഷ്യൻ റവല്യൂഷൻ, ദെൻ ചൈനീസ് റവല്യൂഷൻ, പിന്നെ എങ്ങനെയാണ് ഫാസിസവും നാസിസവും ജർമ്മനിയിൽ വന്നത് എന്നുള്ളത്. സെയിം ടോപ്പിക് നിങ്ങൾക്ക് എവിടെയുണ്ട്? GS1-ൽ ദ പീരീഡ് ഇൻ ബിറ്റ്വീൻ 2 വേൾഡ് വാർ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. വേൾഡ് വാറിനിടെ ഈ പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 2024-ലും GS1-ൽ ക്വസ്റ്റ്യൻസ് വന്നാണ്. വേൾഡ് വാറുകൾക്കിടയിൽ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ആ സെയിം ടോപ്പിക്കിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് മാത്രമാണ് ഓപ്ഷൻസിലും വരുന്നത് എന്നുള്ളതാണ്. ദെൻ നോക്കൂ, നിങ്ങൾ ഈ 3 ടോപ്പിക്കിനെ ഒന്ന് സം ചെയ്തിട്ടാണ് GS1-ൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ UNO ആൻഡ് ഗ്ലോബൽ ഡിസ്പ്യൂട്ട്സ്, ഇത് നിങ്ങളൊരു പക്ഷേ പൊളിറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ GS2-ൽ എന്തായാലും UNO കുറിച്ചും ഗ്ലോബൽ ഡിസ്പ്യൂട്ട്സിനെ കുറിച്ചും നിങ്ങൾ ചർച്ച ചെയ്യും. സെയിം ടോപ്പിക് തന്നെയാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ദെൻ ലിബറേഷൻ ഫ്രം കൊളോണിയൽ റൂൾ, ലോകത്ത് എങ്ങനെയാണ് പല രാജ്യങ്ങളും കൊളോണിയൽ പവേഴ്സിൽ നിന്നും ലിബറേറ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഇന്ത്യയുടെ കേസ് നിങ്ങൾക്ക് അറിയാം. എന്നാൽ അങ്ങനെ തന്നെയാണോ ലോകത്തെ പല രാജ്യങ്ങളും ലിബറേറ്റ് ചെയ്യപ്പെട്ടതെന്ന് അറിയാം. അതിൽ കേസ് സ്റ്റഡി ആയിട്ട് ലാറ്റിൻ അമേരിക്കയിൽ എങ്ങനെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ലിബറേഷൻ ചെയ്യപ്പെട്ടത്, അറബ് വേൾഡ് എങ്ങനെയാണ് കൊളോണിയൽ പവേഴ്സിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്, ആഫ്രിക്ക പലപ്പോഴും റിപ്പീറ്റ് ചെയ്തൊരു ഏരിയയാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റ് എന്നുള്ളത്. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ എങ്ങനെയാണ് അതിൽ വന്നത് നോക്കാനുണ്ട്. ദെൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ചില ഏരിയകൾ മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ യൂണിഫിക്കേഷൻ ഓഫ് ദ യൂറോപ്പ്, എങ്ങനെയാണ് യൂറോപ്യൻ യൂണിഫിക്കേഷൻ, പ്രത്യേകിച്ച് ദ ബെർലിൻ വാൾ കൊളാപ്സ്, രണ്ട് പശ്ചിമ ജർമ്മനി അഥവാ വെസ്റ്റേൺ ജർമ്മനിയും ഈസ്റ്റേൺ ജർമ്മനിയും എങ്ങനെ ഒരു സിംഗിൾ ജർമ്മനി ആയിട്ട് മാറി. അതിൽ ബെർലിൻ വാൾ കൊളാപ്സ് ഇന്നും ഒരു കേസ് സ്റ്റഡിയാണ് ലോകത്ത് മുഴുവനായിട്ട്.
ഓക്കെ. ദെൻ യൂറോപ്യൻ യൂണിയനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സെയിം തിങ്, നിങ്ങൾ ഇന്റർനാഷണൽ റിലേഷൻ ഡിസ്കസ് ചെയ്യും. ദെൻ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് USSR, പോസ്റ്റ് വേൾഡ് വാറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് USSRന്റെ ഡിസിൻറ്റിഗ്രേഷൻ എന്നുള്ളത്. ഇപ്പോഴത്തെ റഷ്യയുടെ പഴയ സോവിയറ്റ് യൂണിയൻ, ആ സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു എങ്ങനെ അത് സോവിയറ്റ് യൂണിയൻ ക്രംബിൾ ചെയ്തു, പിന്നീട് എന്ത് ചേഞ്ചാണ് യൂറോപ്പിലും മൊത്തം വേൾഡിലും നടന്നത്. സെയിം തിങ് ഇന്റർനാഷണൽ റിലേഷൻസിൽ ചർച്ച ചെയ്യാനുള്ള കാര്യമാണ്. ആ സെയിം ടോപ്പിക് തന്നെയാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് പേപ്പർ 2ൻ്റെ ഒരു ഗ്ലിംസസ് എന്നുള്ളത്. ഈ ഒരു ഏരിയകളിലൂടെയാണ് പേപ്പർ 2ൻ്റെ ചർച്ചകൾ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ പേപ്പർ 1 ആയിരുന്നാലും പേപ്പർ 2 ആയിരുന്നാലും നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? സബ്ജക്ട്സ് 90% നമ്മൾ GS 1-ൽ പഠിച്ച സെയിം ടോപ്പിക്, അല്ലെങ്കിൽ GS സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകൾ തന്നെയാണ് എവിടെ ഉള്ളത്? ഓപ്ഷൻസിലും ഹിസ്റ്ററിയിൽ വരുന്നത് എന്നുള്ളതാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക്കും അതിൻ്റെ മൈക്രോ ടോപ്പിക്കും നിങ്ങളെ ഒന്ന് ഡീകോഡ് ചെയ്ത് തന്നത് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഫൈൻ. ഇനി നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ്സ് അതും കൂടെ പറഞ്ഞ് നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെയാണ് ഓപ്ഷണൽ പേപ്പേഴ്സ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് വ്യത്യാസപ്പെടുന്നു. ഇപ്പം സാധാരണഗതിയിൽ ഹിസ്റ്റോറിയോഗ്രഫിയും കോൺസെപ്റ്റും തിയറികളും പൊതുവെ ഹിസ്റ്ററിയിൽ നമുക്കധികം ഉണ്ടാവാറില്ല. പക്ഷേ വരുന്ന ഏരിയകളെക്കുറിച്ച് നമുക്ക് എന്തായിരിക്കണം? കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷൻ ഒരു ഏരിയ എടുക്കുകയാണ്. ഹരപ്പൻ സിവിലൈസേഷനിൽ നമുക്ക് അവരുടെ ഒറിജിനും മിസ്റ്ററിയും രണ്ട് ഏരിയ ആണല്ലോ. എങ്ങനെ അവർ വന്നു, എങ്ങനെ ഡിസപ്പിയർ ആയി. അവിടെ ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഡിബേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ഹിസ്റ്റോറിയൻസിൻ്റെ ഒപ്പീനിയൻസ് ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ മേജർ ആയിട്ടുള്ള 2-3 ഹിസ്റ്റോറിയൻസ് എന്ത് പറയുന്നു? ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഒറിജിനുമായി ബന്ധപ്പെട്ട് അവർ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ്, അതല്ല ഇൻഡിജിനസ് ആയിട്ട് വന്നവരാണ്, അതല്ല ട്രാൻസിഷൻ കൊണ്ട് വന്നതാണ്. ഇതാണല്ലോ 3 പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. അത് ആരാണ് മുന്നോട്ട് വെച്ചത്? അതാണ് ഹിസ്റ്റോറിയോഗ്രഫി കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആര് പറഞ്ഞു എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ആർഗ്യുമെന്റിന് പുറമെ ആയിട്ട്, ഞാനിത് എൻ്റെ സ്വന്തം ആർഗ്യുമെന്റ് പറഞ്ഞതല്ല, ഈ ഹിസ്റ്റോറിയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യുന്നു, പറയുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളത്. അല്ലാതെ സാധാരണഗതിയിൽ ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാർ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്റോറിയോഗ്രഫി പഠിക്കാറുണ്ട്. അതൊന്നും നമുക്ക് എവിടെ ആവശ്യമില്ല. ഹിസ്റ്ററി ഓപ്ഷൻസിൽ UPSCക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സാധാരണ GS 1-ലും 2-ലും 3-ലും ഒക്കെ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ UN-ൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ റിപ്പോർട്ടുകൾ, ഗവൺമെന്റിന്റെ സർവേസ്, ഫൈൻഡിങ്സ് ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെയാണ് ഹിസ്റ്ററിയിൽ വരുന്ന സമയത്ത് ഹിസ്റ്റോറിയൻസിന്റെ ചില ആർഗ്യുമെന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നത് മാത്രം. ദെൻ കൺസെപ്റ്റും തിയറികളും വളരെ റെയറാണ് ഹിസ്റ്ററിയിൽ നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ചില കൺസെപ്റ്റും തിയറികളും നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജിയോഗ്രഫി നിങ്ങൾ GS എഴുതുന്ന സമയത്ത് മാപ്പിനൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മാപ്പ് അവിടെ വരച്ചു കൊടുക്കും അല്ലേ? നല്ല സാധനം ചെയ്യാറുള്ളത് ഒരു വാല്യൂ അഡീഷൻ ആയിട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് കൺസെപ്റ്റ് തിയറികളോ ഹിസ്റ്റോറിയൻസിനെ കുറിച്ചോ പറയാനുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ പറ്റണം എന്നുള്ളത്. ദെൻ ക്ലാസ് റൂം സെഷൻസ് അൺലൈക്ക് അവർ GS ക്ലാസ് പോലെ ആയിരിക്കില്ല നമ്മുടെ ഓപ്ഷൻസിൻ്റെ ക്ലാസ് എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കൂടുതലായിട്ടും ഡിസ്കഷൻസും ഡിബേറ്റും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം അതിൽ പിന്നെ ഒരു കുറച്ചും കൂടെ ഒരു ടീം ആയിട്ടുള്ള ഒരു എന്താ പറയുക ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നിങ്ങളും ഫാക്കൽറ്റിയും രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടായിരിക്കും ഉണ്ടാവുക ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അല്ല ഒരു ലെക്ചറിങ് ആയിരിക്കില്ല കൂടുതലായിട്ട് ഉണ്ടാവുക, ഒരു പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം അതാണ് നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഉപകാരപ്പെടാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഒരു പിന്നെ ഒരാളിങ്ങനെ ലെക്ചർ ചെയ്യുന്നതിലുപരിയായിക്കൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നു കൊണ്ട് കൂട്ടം ചേർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിസ്കസ് ചെയ്ത് പല ഇൻസൈറ്റുകൾ, പല വ്യൂ പോയിന്റുകൾ വരുന്ന സമയത്താണ് നമുക്കത് ആ രൂപത്തിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കുറേ ഗ്രൂപ്പ് ആക്ടിവിറ്റികളും ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ദെൻ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ആൻസർ റൈറ്റിംഗ്. കാരണം നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരുന്ന സമയത്ത് ആൻസർ റൈറ്റിംഗ് വളരെ 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 ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. കാരണം ഓൾറെഡി മെറ്റീരിയൽസ് അവിടെ ഉണ്ട് അല്ലേ? മെറ്റീരിയൽസ് ഓൾറെഡി മാർക്കറ്റിലുണ്ട്, ഒരുപാട് പബ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ
പേപ്പർ 1-ന് നിങ്ങൾക്ക് ഉപീന്ദർ സിംഗിൻ്റെ നമ്മുടെ ലൈബ്രറിയിലൊക്കെ ഉള്ള ഉപീന്ദർ സിംഗിൻ്റെ ആ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് മതി. ദറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. വേറെ ഒരു പുസ്തകം നമുക്ക് എന്താ ചെയ്യേണ്ട ആവശ്യമില്ല, റെഫർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ദെൻ മിഡീവലിലേക്ക് വരുന്ന സമയത്തും സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയകൾ മാത്രമായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. മോഡേണിലേക്ക് വരുന്ന സമയത്തും സെലക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, സെലക്റ്റഡ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ നമ്മൾ നോക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് ദ സോഴ്സ്, എന്നിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് ആൻസറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് CAD മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ കൊളാബറേറ്റീവ്, അനലിറ്റിക്കൽ ആൻഡ് ഡൈനാമിക് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു മെത്തഡോളജിയാണ് നമ്മൾ കൊണ്ടുവരിക. ദെൻ വിൽ ടോക്ക് അബൌട്ട് ദ യൂണിറ്റ് വൈസ് ടെസ്റ്റിംഗ്, PYQs അടക്കമുള്ള യൂണിറ്റ് വൈസ് ടെസ്റ്റുകൾ ഉണ്ടാകും. ദെൻ സെക്ഷണൽ ടെസ്റ്റുകൾ ഉണ്ടാകും, ഫുൾ ടെസ്റ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും. ദെൻ നിങ്ങൾക്ക് മാപ്പ് ക്വസ്റ്റ്യനുമായി, അത് ഞാൻ പറയാൻ വിട്ടുപോയാണ്, അവസാനം പറയാമെന്ന് വിചാരിച്ചാണ്. നമ്മുടെ ഹിസ്റ്ററി ഓപ്ഷൻസിൽ മാത്രമുള്ള ഒരു എന്താ പറയുക, ഒരു അഡ്വാൻറ്റേജ് ആണ്. 30 മാർക്കുകളോളം നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മാപ്പിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ. അഥവാ നിങ്ങൾക്ക് ജിയോഗ്രഫിക്കൽ നോളജ് കൃത്യമായിട്ടുണ്ടെങ്കിൽ 30 മാർക്കിന് ക്വസ്റ്റ്യൻസ് ആൻഷ്യൻറ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യയിലെ ലൊക്കേഷൻസ് തന്നിട്ട് അതെവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ചോദിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ മാപ്പ് കൃത്യമായിട്ട് അറിയുന്ന ഒരു കുട്ടിക്ക് 30 മാർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ 150-ൽ ഒരു 30 മാർക്ക് ഓൾറെഡി മാപ്പിൽ നിന്ന് കിട്ടും. പിന്നെ 120 മാർക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. ദെൻ കറണ്ട് അഫയേഴ്സിൻ്റെ ഇൻറ്റഗ്രേഷൻ. കറണ്ട് അഫയേഴ്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ GS1-ൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്ത എന്തെങ്കിലും ന്യൂസസ് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും GS1-ലോ നിങ്ങൾക്ക് അത് റിഫ്ലക്ട് ചെയ്യും. ദ സെയിം തിങ് യു ക്യാൻ എക്സ്പെക്ട് ഇൻ ദി ഓപ്ഷണൽ ഓൾസോ. ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ കാണുന്ന ഹിസ്റ്ററി റിലേറ്റഡ് ന്യൂസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദിസ് ഈസ് ദ 100th ഇയർ ഓഫ് ഹാരപ്പൻ ഡിസ്കവറി. ഹാരപ്പൻ ഡിസ്കവറിയുടെ 100ാം വാർഷികമാണ് ഇപ്പം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത വർഷത്തെ ഹിസ്റ്ററി ഓപ്ഷൻസിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായിരുന്നാലും ഹരപ്പനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഈ വർഷം അവർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ അടുത്ത വർഷം ഒന്നും കൂടെ അത് ചോദിക്കാൻ ചാൻസ് പ്രിലിംസിലും GS-ലും ഒക്കെ നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് എന്നുള്ളതാണ്. ഫൈൻ. ദെൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാത്രമായിരിക്കില്ല ഫാക്കൽറ്റി ആയിട്ട് ഉണ്ടാവുക. ഇത് ആക്ച്വലി ഞങ്ങൾ സ്പാർട്ടൻസ് എന്നുള്ള പേരിൽ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഫസൽ ഇപ്പം ഓൾ ഇന്ത്യ റാങ്ക് 507 കിട്ടി, നമുക്കിപ്പം മസൂറിൽ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തൊരു ഒരു എന്താ പറയുക, ഒരു വെഞ്ചറാണ് സ്പാർട്ടൻസ് എന്നുള്ള പേരിൽ. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഒരു ഹിസ്റ്ററി ഓപ്ഷൻസിൻ്റെ ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം 5-6 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ഇത് ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഒരു പക്ഷേ എന്നെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിക്കോളൊന്നും ഉണ്ടാവില്ല. സോ വി വിൽ ഹാവ് സം എക്സ്റ്റേണൽ അസിസ്റ്റൻസ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ എന്താണ് കോഴ്സിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇതിൽ നമ്മുടെ പിന്നെ ഇത് പഴയ ഞാനാണ്. ഓക്കെ, ദെൻ നമ്മുടെ സഫ്വാൻ സാർ ഉണ്ടാവും നമ്മുടെ കൂടെ. ദെൻ ഫസൽ സാർ ആൻസർ റൈറ്റിംഗിൻ്റെ സെഷൻസിൽ ഫസൽ സാർ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻസർ റൈറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഒരു പക്ഷേ നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ കൂടുതലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക ഫസൽ സാർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഓക്കെ, അതൊരു വീഡിയോ നമുക്ക് അയച്ചു തന്നായിരുന്നു. ഫൈൻ, അത് ഞാനിപ്പോൾ ഏതായാലും പ്ലേ ചെയ്യുന്നില്ല, പിന്നീട് നമുക്ക് പ്ലേ ചെയ്യിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പ്രസൻറ്റേഷനായിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത് എന്നുള്ളതാണ്. സോ ഡെമോ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെക്സ്റ്റ് കൺവീനിയൻ്റ് ഡേയിൽ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, സോ ദിസ് എ ടൈം ഫോർ ദാറ്റ്. ഓൺലൈനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആരാളുള്ളത്? ഓക്കെ, മോഡേൺ ഇന്ത്യക്ക് സ്പെക്ട്രം മതിയാവോ? മോഡേൺ ഇന്ത്യക്ക് നമുക്ക് സ്പെക്ട്രം മതിയാവില്ല. സ്പെക്ട്രം നമുക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് സ്പെക്ട്രം മതി, മോർ ദാൻ ഇനഫ്. നിങ്ങൾക്ക് ഈ പറയുന്ന ടോപ്പിക്കുകളിലൂടെ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ സ്പെക്ട്രം മതി. അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ടത്, ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഓപ്ഷൻസിൽ നമുക്ക് സെൻട്രിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാനില്ല. ഇപ്പം ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽസ് നമ്മുടെ ഉപീന്ദർ സിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. അതുപോലൊരു പുസ്തകം നമുക്ക് ഓപ്ഷൻസിൽ പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടോപ്പിക് എടുക്കും, ആ ടോപ്പിക്കിന്റെ സെൻട്രിക് ആയിട്ടുള്ള മോസ്റ്റ് ഓഫ് ദി ടോപ്പിക്കും നമ്മൾ നോക്കാറുള്ളത് ഇഗ്നുവിന്റെ മെറ്റീരിയൽസ് ആണ്. സോ ഇഗ്നു, നമ്മുടെ ഇഗ്നു പരിചയമല്ലേ?
ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോവിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ വൺ ഓഫ് ദി ബെസ്റ്റ് സോഴ്സ് ആണ് നമുക്ക് ഓപ്ഷൻസിന് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് ടോപ്പിക് വൈസ് ആയിട്ട് മാത്രം നോക്കിയാൽ മതി, കേസ് ടു കേസ് ആയിട്ട്. പക്ഷെ ഒരു 50 to 60% നമുക്ക് സ്പെക്ട്രം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മോഡേൺ ഇന്ത്യയുടെ ഇപ്പം പ്ലാസി ടു പാർട്ടീഷൻ, ശങ്കർ ഭഗവത്പാധ്യായുടെ പ്ലാസി ടു പാർട്ടീഷൻ എന്നുള്ള പുസ്തകം, അത് നിങ്ങൾ GS1 വേണ്ടി പല ആൾക്കാർ റെഫർ ചെയ്യുന്നുണ്ടാകും. ആ പുസ്തകം മോർ ദാൻ ഇനഫ്, ഒരു ഏകദേശം 50 to 60% നമുക്ക് അവിടെ കവർ ചെയ്യും. ബാക്കിയുള്ള ഏരിയകൾക്കാണ് നമ്മൾ ഇഗ്നുവിൻ്റെ ടെക്സ്റ്റുകൾ എന്താക്കുന്നത്, നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ്. ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, ആ അർത്ഥത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക സ്പെക്ട്രം ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും, അതിലുപരിയായിട്ട് ശേഖർ ഗംഗോപാധ്യായയുടെ പ്ലാസി ടു പാർട്ടീഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു അനാലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പുസ്തകം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഗ്രോവർ ആൻഡ് ഗ്രോവറിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഗ്രോവർ ആൻഡ് ഗ്രോവറിൻ്റെ മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പുസ്തകം നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കി നോക്കാം. ആ പുസ്തകവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് റെഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് വേണമെന്ന് ചില ആൾക്കാർ ചോദിക്കും. പക്ഷേ വേൾഡ് ഹിസ്റ്ററിക്കും ഈ പറഞ്ഞതുപോലെയാണ്, നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ബുക്സ് നമുക്ക് ആവശ്യമില്ല. ബുക്കുകളെല്ലാം തന്നെ വളരെ ബൾക്കി ആയിട്ടുള്ള ബുക്കാണ്. അതായത് ഹിസ്റ്ററി ഡിഗ്രി PG പഠിക്കുന്ന കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ബുക്കുകളാണ് ഉള്ളത്. അത് നമുക്ക് എവിടെ ആവശ്യമില്ല, UPSCയുടെ ഓപ്ഷണൽ പേപ്പറിൽ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാം. നോർമൽ ലോവിൻ്റെ പുസ്തകമുണ്ട്, അർജുൻ ദേവിൻ്റെ പുസ്തകമുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പക്ഷെ അതൊരു എന്താ പറയുക, സ്റ്റിക്ക് ഓൺ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ക്ലിയർ ആണോ നാസില? യെസ് സർ. ഓക്കെ, മറ്റെന്തെങ്കിലും? ഓക്കെ, ക്ലാസ്സിൻ്റെ ടൈമിംഗ് അല്ലേ, അത് ഞാൻ നിങ്ങളോടും കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചാണ്. നമുക്ക് 2 രൂപത്തിൽ ക്ലാസ് സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്കൊരു 7:30 അല്ലെങ്കിൽ 7:15 നോർമലി എല്ലാ സ്ഥലത്തും ഉണ്ടാവാറുള്ളത്, ഒന്നെങ്കിൽ ഈവനിങ്ങിൽ അല്ലെങ്കിൽ ഏർലി മോർണിംഗിലാണ്. കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് ഓൾറെഡി മറ്റ് അക്കാദമിക്സുമായിട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ ഏർലി മോർണിംഗിൽ, പക്ഷേ നമ്മുടെ ഇവിടുത്തെ കേസിൽ എനിക്കറിയില്ല ഏർലി മോർണിംഗ് എത്രത്തോളം പോസിബിൾ ആകും എന്നുള്ളത്, കാരണം നിങ്ങൾ ഓൾറെഡി 8 മണിയാകുമ്പോഴേക്ക് ക്ലാസ്സിലേക്ക് വരണം എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ഈവനിങ് അഥവാ ഒരു 7:15 അല്ലെങ്കിൽ 7:30 ആയിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എല്ലാവർക്കും ഒരു ഐഡിയൽ ടൈം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു പോള് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പിലിടാം, നിങ്ങൾ ടൈം ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതാകുമ്പോൾ നമുക്കൊരു പിന്നെ എന്താ പറയുക, ആഴ്ചയിലൊരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 4 ദിവസം ഒരു 2 hour വെച്ചിട്ട് കവർ ചെയ്യുന്ന രൂപത്തിലാണെങ്കിൽ ഒരു 3.5-4 മാസം കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്ററി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒക്ടോബറിൽ തുടങ്ങി ജനുവരിയിൽ തീർക്കുന്നതാണ് പൊതുവെ. 3.5 to 4 മാസമാണ് എൻ്റെ ഒരു പ്ലാൻ ഉള്ളത്. ഒക്ടോബറിൽ തുടങ്ങുന്നു, ജനുവരി ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് തീരുന്നു എന്നുള്ള രൂപത്തിലാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫൈനലൈസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ 2 ടൈം ഉണ്ട്, ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് എന്നുള്ളതാണ്, അത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഏർലി മോർണിംഗ് എത്രത്തോളം നമുക്ക് പോസിബിൾ ആകും എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൺവീനിയൻ്റ് ആയ ടൈം എന്തായിരിക്കും, ഈവനിങ്ങിൽ ഈ നൈറ്റ് ടൈം ആയിരിക്കും, ഒരു ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. കാരണം ഒരു 7:15 ഒക്കെ ആവുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 9 o'clock വരെ പോകുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഡിന്നർ ഒന്നെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ അതിനുള്ള മാനേജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ ടിഫിൻ ബോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക. ഓക്കെ, പിന്നെ ഗേൾസിന് പ്രശ്നമല്ല, ഓൾറെഡി നിങ്ങളുടെ ഹോസ്റ്റൽ അവിടെ ഉണ്ടാവും. അല്ലാത്തവർക്ക് ഓക്കെ 7:50 ആണ് പ്രശ്നം, എത്താറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 7:15 എന്നുള്ള രീതിയിൽ കാണാം. നെക്സ്റ്റ് എൻഡ് വേണമെങ്കിൽ നമുക്ക് 7:30 വരെ വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷേ 7:15 അവർ കുറച്ചും കൂടെ നല്ലത്. 7:15 സ്റ്റാർട്ട് ചെയ്ത ഒരു 9 മണി 9:15 വരെ നമുക്ക് പോകുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ടൈമിൻ്റെ കാര്യം എന്നുള്ളത്. അതെ അതെ അതെ, അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെ നിസ്കാരത്തിൻ്റെ ടൈമിങ് ഫുഡിൻ്റെത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. എന്താ പറയാ, ടൈമിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നുകൂടെ നോക്കിയിട്ട്